Morning. Sir. ഇന്നത്തെ റിവിഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. +1 ഫിസിക്സ് ചാപ്റ്റർ 1 ഫിസിക്കൽ വേൾഡ്, ചാപ്റ്റർ 2 യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്, chapter 3 motion along a straight line, chapter 4 two-dimensional motion in a plane. രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ഒന്ന് വെക്ടേഴ്സിനെ കുറിച്ചുള്ള സ്റ്റഡി, രണ്ട് പ്രൊജക്ടൈൽ മോഷൻ. ഈ രണ്ട് ഭാഗങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ വെക്ടേഴ്സ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു. ബേസിക് ആയിട്ട് വെക്ടേഴ്സിന്റെ ഡെഫിനിഷൻ പഠിച്ചു, സ്കെലാർ എന്താന്ന് പഠിച്ചു, സ്കെലാറിനും വെക്ടറിനും എക്സാമ്പിൾസ് പറഞ്ഞു, ഒരു വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു, ഈക്വൽ വെക്ടർ, നെഗറ്റീവ് വെക്ടർ, കോ ഇനീഷ്യൽ, കൊളീനിയർ, കോപ്ലാനാർ, യൂണിറ്റ് വെക്ടർ എന്നിവ പറഞ്ഞു. ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് ആയിട്ട് ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ് എന്നിവരെ ഡിഫൈൻ ചെയ്തു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കഴിഞ്ഞ് പൊസിഷൻ വെക്ടർ എങ്ങനെയാണ് കാണിക്കുക മനസ്സിലാക്കി. ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഫൈനൽ പൊസിഷൻ വെക്ടർ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത പോയിന്റ്, രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ റിസൾട്ടന്റ് കണ്ടുപിടിക്കാനുള്ള ട്രയാങ്കിൾ ലോ ആൻഡ് പാരലലോഗ്രാം ലോ നന്നായിട്ട് മനസ്സിലാക്കുക. പി എന്ന് പറയുന്ന വെക്ടറും ക്യൂ എന്ന് പറയുന്ന വെക്ടറും അവർക്കിടയ്ക്കുള്ള ആംഗിൾ ആൽഫയും ആണെങ്കിൽ അവരുടെ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് √p² + q² + 2pq cos ആൽഫയാണ്. അതിന് ഡയറക്ഷൻ തരാൻ പി എന്ന് പറയുന്ന വെക്ടറിനായിട്ട് റിസൾട്ടന്റ് വെക്ടർ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ ആ തീറ്റ കണ്ടുപിടിക്കാനുള്ള വഴി, ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള വഴി tan θ = q sin α / p + q cos α എന്നുള്ള ഫോർമുല പറഞ്ഞു. രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ബൈ ഹാർട്ട് പഠിക്കുക. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലങ്ങളൊക്കെ ചെയ്യാൻ അത്യാവശ്യം അറിയാം. അതേപോലെ അടുത്ത ഭാഗം പറഞ്ഞതാണ് നെഗറ്റീവ് വെക്ടർ കണ്ട് കൂട്ടിയാൽ നമുക്ക് സബ്സ്ട്രാക്ഷൻ ഈക്വലന്റ് ആവും. അപ്പൊ പിയിൽ നിന്ന് q എന്ന് പറയുന്ന വെക്ടറിനെ മൈനസ് ചെയ്യാൻ q എന്ന് പറയുന്ന വെക്ടറിന്റെ നെഗറ്റീവ് വെക്ടർ ആഡ് ചെയ്താൽ മതി. അപ്പൊ p - q അതിന്റെ മാഗ്നിറ്റ്യൂഡ് √p² + q² - 2pq cos α. p + q ന്റെ മാഗ്നിറ്റ്യൂഡ് √p² + q² + 2pq cos α ആണെങ്കിൽ p - q ന്റെ മാഗ്നിറ്റ്യൂഡ് √p² + q² - 2pq cos α. അതുപോലെ നമ്മൾ അടുത്തത് റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് പഠിച്ചു. വെക്ടേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്യുക. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് കമ്പോണൻസ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. പക്ഷെ പരസ്പരം പെർപെൻഡിക്കുലർ ആയി ഉള്ള കമ്പോണൻസ് നമ്മൾ പേര് വിളിക്കുന്നു റെക്ടാങ്കുലർ കമ്പോണൻസ്. അതൊരു പ്ലെയിനിൽ രണ്ട് റെക്ടാങ്കുലർ കമ്പോണൻസ് ഏതൊരു വെക്ടറിനും ഉണ്ടാവും. സ്പേസിലാണെങ്കിൽ 3 റെക്ടാങ്കുലർ കമ്പോണൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ട വഴി പറഞ്ഞു. R എന്ന് പറയുന്ന ഒരു വെക്ടർ, പൊസിഷൻ വെക്ടറിനെ നമുക്ക് xi + yj എന്ന് കാണിക്കാം. അതിൽ ഐ ക്യാപ്പ് കാണിക്കുന്നത് x ഡയറക്ഷനെ കാണിക്കുന്നു, അവിടുത്തെ മാഗ്നിറ്റ്യൂഡ് ആണ് x. ജെ ക്യാപ്പ് കാണിക്കുന്നത് y ഡയറക്ഷനെ കാണിക്കുന്നു, അവിടുത്തെ യൂണിറ്റ് വെക്ടർ ആണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് y. അങ്ങനെ ഒരു വെക്ടർ എഴുതിയാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള വഴി √x² + y², ഐ ക്യാപ്പിന്റെ കോഎഫിഷ്യന്റ് സ്ക്വയർ പ്ലസ് ജെ ക്യാപ്പിന്റെ കോഎഫിഷ്യന്റ് സ്ക്വയർ കണ്ട് അതിന്റെ റൂട്ട് കണ്ടാൽ അതാണ് അങ്ങനെ ഒരു വെക്ടർ റെപ്രസെന്റേഷന്റെ മാഗ്നിറ്റ്യൂഡ്. ഇതിൽ x, y എന്നിവയെ r cos θ, r sin θ എന്ന് പറഞ്ഞ് എഴുതാം. where θ is angle between x and r. അപ്പോ തീറ്റയ്ക്ക് അടുത്തുള്ള കമ്പോണന്റ് r cosine θയും അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണന്റ് r sin θയും. ഈ രൂപത്തിലും നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ വെക്ടർ r = r cos θ i cap + r sin θ j cap എന്ന് എഴുതാൻ പഠിക്കണം. ഇന്ന് നമ്മൾ എടുക്കാൻ ഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണത്. അപ്പൊ ഏതൊരു വെക്ടറിനെയും ഒരു പ്ലെയിനിൽ, അതായത് 2-dimensional മോഷൻ പഠിക്കുമ്പോൾ രണ്ട് റെക്ടാങ്കുലർ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ഏതൊരു വെക്ടറിനെയും റിസോൾവ് ചെയ്യാം. ആ ഭാഗം ഒന്നും കൂടി നോക്കുക, ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മള് വെലോസിറ്റി എന്ന് പറയുന്ന വെക്ടറിനെയാണ് റിസോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ u ഈസ് ആൻ ഇനീഷ്യൽ വെലോസിറ്റി ആണെന്ന് വിചാരിക്കുക, വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അത് 2-dimensional ആയിട്ടുള്ള ഒരു പ്ലെയിനിലാണ് ഞാൻ റിസോൾവ് ചെയ്യുന്നത്. XY പ്ലെയിൻ ആണ് നമ്മളിപ്പോ പഠിക്കുന്നത് എന്ന് വിചാരിക്കുക. x ഡയറക്ഷനായിട്ട്, അതായത് ഹൊറിസോണ്ടൽ ഡയറക്ഷനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കുക ഇനീഷ്യൽ വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റിയെ രണ്ട് കമ്പോണൻസ് ആയിട്ട് നമ്മൾ റെക്ടാങ്കുലർ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യുന്നു. ഒന്ന് x ഡയറക്ഷനിലെ കമ്പോണന്റ്, ഈ കമ്പോണന്റ്, ആൻഡ് ദാറ്റ് ഈസ് ux. അത് x ഡയറക്ഷൻ ആണെന്ന് കാണിക്കാൻ ഐ ക്യാപ്.
y ഡയറക്ഷനിലുള്ള കമ്പോണന്റ്, ഈ ഡയറക്ഷനിലുള്ള കമ്പോണന്റ്, ദാറ്റ് ഈസ് യു വൈ. അത് y ഡയറക്ഷനിലാണെന്ന് കാണിക്കാൻ അവിടുത്തെ യൂണിറ്റ് വെക്ടർ ജെ ക്യാപ്. അപ്പൊ ഇങ്ങനെ എഴുതാം. ഇതാണ് റെക്ടാങ്കുലർ കമ്പോണൻസിന്റെ പ്രത്യേകത. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അതിനെ മാറ്റി എഴുതാം. വെക്ടർ യു ഇസ് ഈക്വൽ ടു യു എക്സ് ഐ ക്യാപ് പ്ലസ് യു വൈ ജെ ക്യാപ്. മനസ്സിലാക്കുക. ഇത് നന്നായിട്ട് അറിഞ്ഞാലേ നിങ്ങൾക്ക് ഇനി ഞാൻ എടുക്കാൻ പോകുന്ന പ്രൊജക്ടൈൽ മോഷൻ മനസ്സിലാവും. ഇനി ഇതിൽ ആരാണ് യു എക്സ്? യു എക്സ് ഇസ് ഈക്വൽ ടു യു എന്ന് പറയുന്ന വെക്ടറിന്റെ എക്സ് ഡയറക്ഷനിലുള്ള അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ് യു എക്സ്. ഈ ഹൊറിസോണ്ടലിനായിട്ട് അല്ലെങ്കിൽ എക്സ് ആക്സിസിനായിട്ട് ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ, അപ്പൊ തീറ്റയുടെ അടുത്തുള്ള കമ്പോണന്റ് ആണ്, നിയർ കമ്പോണന്റ് ആണ് യു എക്സ്. നിയർ കമ്പോണന്റ് എപ്പോഴും കൊസൈൻ കമ്പോണന്റ് ആയിരിക്കണം. കാരണം അഡ്ജസന്റ് സൈഡ് വരുന്നത് കൊസൈൻ നമ്മൾ ഫംഗ്ഷൻ എടുക്കുമ്പോഴാണ്. സോ യുവിന്റെ കോസ് തീറ്റ കമ്പോണന്റ് ആണ് യു എക്സ്, തീറ്റയുടെ അടുത്തുള്ള കമ്പോണന്റ്. അപ്പൊ ഈ യു എക്സിന് പെർപെൻഡിക്കുലർ ആണ് യു വൈ എന്നുള്ള കമ്പോണന്റ്. അപ്പൊ യു വൈ ആരാവും? ദാറ്റ്സ് ഈക്വൽ ടു ഈ യു എന്ന് പറയുന്ന വെക്ടറിന്റെ സൈൻ കമ്പോണന്റ് ആണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഉദ്ദേശം. അപ്പൊ ഇതിൽ യു എക്സ് എന്ന് പറഞ്ഞാൽ യു കോസ് തീറ്റയാണ്. തീറ്റയുടെ അടുത്തുള്ള കമ്പോണന്റ് കൊസൈൻ കമ്പോണന്റും ആ വെക്ടറിന്റെ കൊസൈൻ കമ്പോണന്റും അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണന്റ് ആ വെക്ടറിന്റെ സൈൻ കമ്പോണന്റും ആണ്. ഇനി ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിന്ന് യു കണ്ടുപിടിക്കാം. യുവിന്റെ മാഗ്നിറ്റ്യൂഡ് ഇതിപ്പോ വെക്ടർ ആയിട്ടാണ് എഴുതിയത്. യുവിന്റെ മാഗ്നിറ്റ്യൂഡ് യു ഇസ് ഈക്വൽ ടു എന്താ ചെയ്യുക? ഐ ക്യാപ്പിന്റെ കോഎഫിഷ്യന്റ് സ്ക്വയർ ദാറ്റ് ഈസ് യു എക്സ് സ്ക്വയർ പ്ലസ് ജെ ക്യാപ്പിന്റെ കോഎഫിഷ്യന്റ് ദാറ്റ് ഈസ് യു വൈ സ്ക്വയർ, അതിന്റെ റൂട്ട് എടുക്കുക. അപ്പൊ ഇങ്ങനെ എഴുതാൻ സാധിക്കും. ഇത് നന്നായിട്ട് മനസ്സിലാക്കുക. ഇത് യു എന്ന് പറയുന്ന വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റിക്ക് മാത്രമല്ല, ഏത് വെക്ടർ ക്വാണ്ടിറ്റിക്കും, അത് വെലോസിറ്റി ആയിക്കോട്ടെ, ആക്സലറേഷൻ ആയിക്കോട്ടെ, ഫോഴ്സ് ആയിക്കോട്ടെ, നമ്മൾ പഠിക്കുന്ന ഏത് വെക്ടർ ക്വാണ്ടിറ്റിനെയും ഒരു പ്ലെയിനിൽ ഇതേപോലെ രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. അത് എക്സ് വൈ പ്ലെയിൻ ആണെങ്കിൽ ഒന്ന് എക്സ് ഡയറക്ഷനിലുള്ള കമ്പോണന്റ്, സാധാരണ നമ്മൾ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയും, നമ്മളെ കൺവെൻഷൻ അങ്ങനെയാണല്ലോ. മറ്റേ വൈ ഡയറക്ഷനിലുള്ള കമ്പോണന്റ് സാധാരണ വെർട്ടിക്കൽ ആണ്, വെർട്ടിക്കൽ കമ്പോണന്റ് എന്ന് പറയും. അപ്പൊ ഏതൊരു വെക്ടറിനെയും ഒരു പ്ലെയിനിൽ രണ്ട് റെക്ടാങ്കുലർ കമ്പോണൻസ് ആയിട്ട് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാം, റിസോൾവ് ചെയ്യാം. ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റും ഒരു വെർട്ടിക്കൽ കമ്പോണന്റ്, ഒരു എക്സ് ഡയറക്ഷനിലെ കമ്പോണന്റും ഒരു വൈ ഡയറക്ഷനിലെ കമ്പോണന്റ്. അതിങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഇത് വെലോസിറ്റി എന്ന് എഴുതിയോണ്ട് യു എന്ന് എഴുതി മാത്രം. അതിന് വി എന്നുള്ള അക്ഷരോ, ആക്സലറേഷൻ ആകുമ്പോൾ എ എന്നുള്ള അക്ഷരോ, ഫോഴ്സ് ആണെങ്കിൽ എഫ് എന്നുള്ള അക്ഷരോ, ലീനിയർ മൊമെന്റ് ആണെങ്കിൽ ബി എന്നുള്ള അക്ഷരം ഒക്കെ കൊടുക്കാം. ഏതൊരു വെക്ടറിനെയും ഇതേപോലെ നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇത് 3 ഡയമെൻഷനിലാവുമ്പോൾ യു എക്സ് ഐ പ്ലസ് യു വൈ ജെ പ്ലസ് യു സെഡ് കെ എന്നും കൂടി വരും. തൽക്കാലം നമ്മൾ 2 ഡയമെൻഷണൽ മോഷനിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഇത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതാണ് നമുക്ക് ഇന്ന് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നതിന്റെ ബേസ്. അതുകൊണ്ടാണ് ഇത് ഫോക്കസ് ഏരിയയിൽ ഇല്ലെങ്കിലും വെരി ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത്. ഏതൊരു വെക്ടറിനെയും ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ചുരുക്കം. മാത്സ് വിട്ടു നമ്മൾ ഫിസിക്സിലേക്ക് വന്നു. ഓക്കെ, ഇനി നമ്മൾ ഏത് വെക്ടർ, നേരത്തെ പറഞ്ഞ പൊസിഷൻ വെക്ടറിനെ, ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിനെ, വെലോസിറ്റി വെക്ടറിനെ, ആക്സിലറേഷൻ വെക്ടറിനെ, ലീനിയർ മൊമെന്റം വെക്ടറിനെ, ഫോഴ്സ് വെക്ടറിനെ, ഇതൊക്കെ നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞ വെക്ടേഴ്സ് ആണ്. അവരൊക്കെ ഇങ്ങനെ രണ്ട് റെക്ടാങ്കുലർ കമ്പോണൻസ് ആയിട്ട് വേർതിരിച്ച് എഴുതാൻ പറ്റും. അങ്ങനെ രണ്ട് റെക്ടാങ്കുലർ കമ്പോണൻസ് ആയിട്ട് എഴുതുമ്പോൾ ഒന്ന് ഹൊറിസോണ്ടൽ കമ്പോണന്റ്, അതൊരു സ്ട്രൈറ്റ് ലൈൻ അല്ലേ? മറ്റൊരു വെർട്ടിക്കൽ കമ്പോണന്റ്, അത് മറ്റൊരു സ്ട്രൈറ്റ് ലൈൻ അല്ലേ? അപ്പൊ രണ്ട് സ്ട്രൈറ്റ് ലൈനിലുള്ള മോഷൻ ആയിട്ട് ഇതിനെ മാറ്റാം. ആരെ മാറ്റാം? 2 ഡയമെൻഷണൽ മോഷനെ മാറ്റാം. സോ 2 ഡയമെൻഷണൽ മോഷൻ നമ്മൾ ജനറൽ ആയിട്ട് പറയുന്നു ഈസ് ഈക്വലന്റ്. 2 ഡയമെൻഷണൽ മോഷൻ ഈസ് ഈക്വലന്റ് എന്തായിട്ട്? 2 1 ഡയമെൻഷണൽ മോഷൻസ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഏതൊരു വെക്ടറിനെയും ഒരു പ്ലെയിനിൽ നിങ്ങൾക്ക് രണ്ട് റെക്ടാങ്കുലർ കമ്പോണൻസ് ആയിട്ട്, ഒരു എക്സ് ഡയറക്ഷനിലും ഒരു വൈ ഡയറക്ഷനിലുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതുകൊണ്ട് ഏതൊരു പ്ലെയിനിലുള്ള മോഷനെയും നിങ്ങൾക്ക് ഒരു എക്സ് ഡയറക്ഷനിലെ മോഷനായും ഒരു വൈ ഡയറക്ഷനിലെ മോഷനായിട്ടും സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം. ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചതാണ് ഒരു 2 ഡയമെൻഷണൽ മോഷൻ. അപ്പൊ പറഞ്ഞതിന്റെ പോയിന്റ് മനസ്സിലാക്കുക. എനി 2 ഡയമെൻഷണൽ മോഷൻ ഈസ് ഈക്വലന്റ്, സമാനമാണ് എന്തിന്? 2 1 ഡയമെൻഷണൽ മോഷൻസ്. അത് എക്സ് വൈ പ്ലെയിനിലാണെങ്കിൽ ഒരു എക്സ് ഡയറക്ഷനിലെ മോഷൻ, അതിനെ നമുക്ക് വിളിക്കാം ഹൊറിസോണ്ടൽ മോഷൻ. ഒരു വൈ ഡയറക്ഷനിലെ മോഷൻ, അതിനെ നമുക്ക് വിളിക്കാം വെർട്ടിക്കൽ മോഷൻ. അപ്പോ എനി മോഷൻ ഇൻ എ പ്ലെയിൻ, എക്സ് വൈ പ്ലെയിൻ, 2 ഡയമെൻഷണൽ മോഷൻ ഈസ് ഈക്വലന്റ് ടു എ ഹൊറിസോണ്ടൽ മോഷൻ, that is x direction motion, and a vertical motion which is y direction motion. Both of them are 1 dimensional motions. അപ്പൊ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ള 1 ഡയമെൻഷണൽ മോഷന്റെ ഇക്വേഷൻസ് മുഴുവൻ
നിങ്ങൾക്ക് 2 ഡയമെൻഷണൽ മോഷൻസിൽ അപ്ലൈ ചെയ്യാം. പക്ഷെ എത്ര പ്രാവശ്യം അപ്ലൈ ചെയ്യേണ്ടി വരും? 2 പ്രാവശ്യം അപ്ലൈ ചെയ്യേണ്ടി വരും. ഒരു ഹൊറിസോണ്ടൽ മോഷനിലും നിങ്ങളുടെ 1 ഡയമെൻഷണൽ മോഷന്റെ ഇക്വേഷൻസ് കൊടുക്കേണ്ടി വരും. ഒരു വെർട്ടിക്കൽ മോഷനിലും നിങ്ങളുടെ 1 ഡയമെൻഷണൽ മോഷന്റെ ഇക്വേഷൻസ് കൊടുക്കേണ്ടി വരും. ഇത് രണ്ടും ചേർത്ത് പഠിക്കുമ്പോഴാണ് എന്തായി മാറുക? 2 ഡയമെൻഷണൽ മോഷനായിട്ട് മാറുക. ഇതാണ് ബേസിക് കൺസെപ്റ്റ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, പക്ഷെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി അറിയേണ്ട കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോക്കസ് ഏരിയയിലേക്ക് കിടക്കാം. ദാറ്റ് ഈസ് പ്രൊജക്ടൈൽ മോഷൻ. അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മൾ വെക്ടേഴ്സിലെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ദാറ്റ് ഈസ് സ്കെലാർ പ്രൊഡക്റ്റ് ആൻഡ് വെക്ടർ പ്രൊഡക്റ്റ്. ഫോക്കസ് ഏരിയയിൽ ഇല്ലെങ്കിലും നിങ്ങൾക്ക് അവര് അപ്ലൈ ചെയ്യേണ്ടി വരും. അടുത്ത ചാപ്റ്റർ പഠിക്കുമ്പോൾ ദാറ്റ് ഈസ് വർക്ക് എനർജി പവർ പറയുമ്പോൾ ആവശ്യം വരും. അപ്പൊ ഞാൻ ആ ക്ലാസ് എടുക്കുമ്പോൾ ആ സമയത്ത് പറയും. തൽക്കാലം ഇപ്പോൾ നമ്മൾ പഠിച്ച റെക്ടാങ്കുലർ കമ്പോണൻസ് മനസ്സിലാക്കിക്കൊണ്ട് പ്രൊജക്ടൈൽ മോഷനെ നന്നായിട്ട് നേരിടുക. എന്താണ് പ്രൊജക്ടൈൽ മോഷൻ? പ്രൊജക്ടൈൽ മോഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ 2 ഡയമെൻഷണൽ മോഷൻ. എന്താണ് 2 ഡയമെൻഷണൽ മോഷൻ? മോഷൻ ഇൻ എ പ്ലെയിൻ ഈസ് കോൾഡ് 2 ഡയമെൻഷണൽ മോഷൻ. അതിനൊരു എക്സാമ്പിൾ ആണ് പ്രൊജക്ടൈൽ മോഷൻ. എന്താണ് പ്രൊജക്ടൈൽ മോഷൻ? നിങ്ങൾക്ക് ഇഷ്ടംപോലെ കേസുകൾ അറിയാം. ഇന്നലെ നടന്ന അല്ലെങ്കിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ വേൾഡ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ്, ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പില് ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള കളീനെ ആലോചിക്കുക. അതില് ബൗണ്ടറിയിൽ നിൽക്കുന്ന രവീന്ദ്ര ജഡേജ പന്ത് എറിഞ്ഞു കൊടുത്ത് നമ്മളെ കീപ്പറായിട്ടുള്ള ആളിലേക്ക് എത്തിക്കുമ്പോൾ ആ പന്ത് പോകുന്ന വഴി ഒരു പരാബോളിക് പാത്താണ്. അത് പ്രൊജക്ടൈൽ മോഷനാണ്. നിങ്ങൾ ഫുട്ബോൾ കളി ഇപ്പൊ കോപ്പ അമേരിക്കയും യൂറോപ്യൻ കപ്പും കാണുന്ന സമയത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ എടുക്കുന്ന ഒരു ഫ്രീ കിക്ക്, അതൊരു പരാബോളിക് പാത്തിലാണ് പോകുന്നത്. അതൊരു പ്രൊജക്ടൈൽ മോഷനാണ്. ഗോൾ കീപ്പർ എടുക്കുന്ന ഒരു ഫ്രീ കിക്ക് പ്രൊജക്ടൈൽ മോഷനാണ്. ലയണൽ മെസ്സി എടുക്കുന്ന ഫ്രീ കിക്ക്, ഗ്രീസ്മാൻ എടുക്കുന്ന ഫ്രീ കിക്ക്, എംബാപ്പെ എടുക്കുന്ന ഫ്രീ കിക്ക്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? പ്രൊജക്ടൈൽ മോഷൻ എക്സാമ്പിൾ ആണ്. അതൊക്കെ ഒരു പരാബോളിക് പാത്തിലാണ് പോകുന്നത്. ഇനി ഞാൻ ഡിഫൈൻ ചെയ്യാം എന്താണ് പ്രൊജക്ടൈൽ മോഷൻ. ഒരു വസ്തുവിനെ നമ്മൾ എയറിലേക്ക് എറിയുന്നു, പ്രൊജക്ട് ചെയ്യുന്നു. നമ്മൾ എറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആ വസ്തുവിന്റെ മുകളിലുള്ള നിയന്ത്രണം ഭൂമിക്ക് മാത്രമാണ്, ഗ്രാവിറ്റിക്ക് മാത്രമാണ്. അതായത് അവിടെ കാറ്റ് വീശുന്നതൊന്നും നമ്മൾ തൽക്കാലം പരിഗണിക്കുന്നില്ല. അപ്പൊ നമ്മളൊരു സ്പെസിഫിക് കണ്ടീഷനിലാണ് പ്രൊജക്ടൈൽ മോഷനെ ഡിഫൈൻ ചെയ്യുന്നത്. The motion of a body projected into air which moves under the gravity alone, which moves under the influence of gravity alone is called projectile motion. ഈ വസ്തുവിന്റെ കൺട്രോൾ മുഴുവൻ പിന്നെ ഗ്രാവിറ്റിക്കാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് എർത്തിന് മാത്രമേ അയാളെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ചലനത്തിനെയാണ് നമ്മൾ പ്രൊജക്ടൈൽ മോഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഇടയിൽ കാറ്റ് വീശുന്നതോ വേറെ ഏതെങ്കിലും ഒരാൾ തള്ളി വീഴ്ത്തുന്നതോ ഒന്നും പ്രൊജക്ടൈൽ മോഷനിൽ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നതല്ല. നമ്മൾ പഠിക്കുന്നത് നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഭൂമി മാത്രം കൺട്രോൾ ചെയ്യുന്ന ചലനമാണ്. അപ്പൊ ആദ്യത്തെ പോയിന്റ്, ദ മോഷൻ ഓഫ് എ ബോഡി പ്രൊജക്റ്റഡ് ഇൻ ടു എയർ വിച്ച് ഈസ് മൂവിംഗ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി അലോൺ ഈസ് കോൾഡ് പ്രൊജക്ടൈൽ മോഷൻ. മനസ്സിലായി? ഇങ്ങനെ എറിയുന്ന ആ വസ്തുവിനെ വിളിക്കുന്ന പേര് പ്രൊജക്ടൈൽ എന്നാണ് വിളിക്കുക. ആരെയാണോ നിങ്ങൾ വലിച്ചെറിഞ്ഞത്, അതൊരു ജാവലിൻ ആയിക്കോട്ടെ, ഒരു പന്തായിക്കോട്ടെ, എന്ത് വേണമെങ്കിൽ ആവട്ടെ, ആ വസ്തുവിനെ, ആ പന്തിനെ അല്ലെങ്കിൽ ജാവലിനെ വിളിക്കുന്ന പേരാണ് പ്രൊജക്ടൈൽ. ഇങ്ങനെ പോകുന്ന വസ്തുവാണ് പ്രൊജക്ടൈൽ. ഇനി അതെങ്ങനെയാ പോവുക? അപ്പൊ ആദ്യം നിങ്ങളോട് ചോദിക്കുക, അതിന്റെ പാത്ത് എന്താണ്? വരച്ചു കാണിക്കാൻ പറയും, പാത്തിന്റെ പേര് പറയാൻ പറയും. പേര് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പറയാം. ആ പന്ത് പോയ വഴി നിങ്ങൾക്ക് ട്രേസ് ചെയ്താൽ ഇറ്റ് ഈസ് എ പരാബോളിക് പാത്താണ്. എത്രയോ പ്രാവശ്യം ആവർത്തിക്കുന്ന ചോദ്യമാണ്. പ്രൊജക്ടൈൽ മോഷനിലെ വസ്തുവിന്റെ പാത്ത് എന്താണ്, ഷേപ്പ് എന്താണ്? ആൻസർ ഈസ് പരാബോള എന്ന് പറയണം. വരച്ചു കാണിക്കണം, ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ നമ്മൾ എക്സ് ആക്സിസിനെയും വൈ ആക്സിസിനെയും ഒക്കെ സൗകര്യത്തിൽ അവിടെ കാണിക്കുന്നു. കാരണം എക്സ് വൈ പ്ലെയിനിലുള്ള ചലനമാണ്, 2 ഡയമെൻഷണൽ മോഷൻ ആണ് നമുക്ക് തൽക്കാലം പറയുന്നത്. എക്സും വൈ അവിടെ കിടക്കട്ടെ. ഇതിനെയാണ് നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയാം. ഈ ഫ്രെയിമിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ചലനങ്ങളൊക്കെ പഠിക്കാൻ പോകുന്നത്. ഇനി ഞാൻ ഒരു വസ്തുവിനെ എറിയുമ്പോൾ ഞാൻ അതിനെ കുറച്ച് ചെരിച്ചെറിയാണ്. അപ്പൊ ഞാൻ അതിനെ ഇങ്ങനെയാണ് എറിയാൻ പോകുന്നത്. ഈ എറിയുന്ന വെലോസിറ്റിയാണ് യു. ഇനീഷ്യൽ വെലോസിറ്റി നേരത്തെ ഞാൻ കാണിച്ച പോലെ യു എന്ന് പറയുന്ന ഇനീഷ്യൽ വെലോസിറ്റിയില് ഒരു തീറ്റ ചെരിച്ചുകൊണ്ട്, ആരെയായിട്ട് ചെരിച്ചുകൊണ്ട്? എക്സ് ആക്സിസിനായിട്ട് അല്ലെങ്കിൽ ഹൊറിസോണ്ടലിനായിട്ട്. അപ്പൊ നിങ്ങൾ ആ ജാവലിൻ പിടിച്ചു നിൽക്കുന്ന വിചാരിക്കുക. ആ ജാവലിൻ, ആ ശൂലം
ഭൂമിയുമായി ഹൊറിസോണ്ടലുമായി എക്സ് ആക്സിസുമായി ഉണ്ടാക്കിയ ആംഗിൾ ആണ് തീറ്റ. അശൂലമാണത്, പ്രൊജക്ടൈലാണിത്, ജാവലിനാണിത് എന്ന് കരുതിക്കോളൂ. അയാൾക്ക് ഞാൻ എറിയുമ്പോൾ കൊടുക്കുന്ന ഇനീഷ്യൽ വെലോസിറ്റിയാണ് യു. ഞാൻ ചെരിച്ച് പിടിച്ചിട്ടുള്ള ഭൂമിയുമായി ഗ്രൗണ്ടുമായി ഹൊറിസോണ്ടലുമായി എക്സ് ആക്സിസുമായി ചെരിച്ച ആംഗിൾ ആണ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ആ യുവിനെ വിളിക്കുക ഇനീഷ്യൽ വെലോസിറ്റി, ആ തീറ്റയെ വിളിക്കുക ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ഇനീഷ്യലായിട്ട് എത്ര ചെരിച്ച് ഞാൻ എറിയുന്നു എന്നതിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. അപ്പൊ ഈ രണ്ട് വാക്കുകൾ നമ്മൾ ഇതിൽ തുടക്കത്തിൽ മുതൽ കേൾക്കും, ഇനീഷ്യൽ വെലോസിറ്റി യു ആൻഡ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റ. അങ്ങനെ എറിഞ്ഞാൽ ഇത് അങ്ങനെ പോയാൽ അങ്ങനെ പോവോ? ഇല്ല. നമ്മൾ എറിഞ്ഞതോടുകൂടി പിന്നെ അയാളെ ഗ്രാവിറ്റി താഴേക്ക് വലിക്കാൻ തുടങ്ങി. അപ്പൊ പിന്നീട് അയാൾ പോവുക, ആ പന്ത് പോകുന്ന വഴി, ജാവലിൻ പോകുന്ന വഴി നിങ്ങൾ കണ്ട് സ്വപ്നം കാണുക, ഇതായിരിക്കും അയാളുടെ വഴി, അല്ലെ? ഇങ്ങനെ എറിഞ്ഞാൽ അങ്ങനെ പോവില്ല, അയാളെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് ഭൂമി താഴേക്ക് വലിക്കും. അപ്പൊ ഇതാണ് അതിന്റെ പരാബോളിക് പാത്ത്. അപ്പൊ വാട്ട് ഈസ് ദ പാത്ത് ഓർ ട്രജക്ടറി? പാത്ത് എന്നുള്ളതിന്റെ നല്ല വാക്കാണ് ട്രജക്ടറി. പ്രൊജക്ടൈൽ മോഷന്റെ പ്രൊജക്ടൈലിന്റെ ട്രജക്ടറി എന്ത്, പാത്ത് എന്തെന്ന് വെച്ചാൽ പരാബോള. ചിത്രവും വരച്ച് കാണിക്കാൻ അറിയണം. ഓക്കെ, അപ്പൊ ആ പോയിന്റ് മനസ്സിലായി. ഇനി ആരാ താഴേക്ക് കൊണ്ടുവരിക? ഭൂമിയാണ്. ഭൂമി താഴേക്ക് വരുമ്പോൾ അതിന് ആക്സലറേഷൻ എന്തായിരിക്കും? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അപ്പോ ഇവിടെ അനുഭവപ്പെടുന്ന ആക്സലറേഷൻ A is equal to G ആണ്. താഴേക്ക് ആയതുകൊണ്ട് നെഗറ്റീവ് സൈൻ ഒക്കെ കൊടുക്കാം. അപ്പൊ തൽക്കാലം ഞാൻ A is equal to G എന്ന് അവിടെ എഴുതും. മാഗ്നിറ്റ്യൂഡ് A is equal to G ആണ്. ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ആക്സലറേഷന്റെ ഡയറക്ഷൻ എപ്പോഴും എങ്ങനെയാണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡയറക്ഷൻ എപ്പോഴും വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണ്. നമ്മൾ എവിടെ നിൽക്കുന്നോ അവിടുന്ന് നേരെ പെർപെൻഡിക്കുലർ ആയി താഴേക്ക്. അപ്പോ വെർട്ടിക്കൽ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഏതൊരു വെക്ടറിനെയും രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം റെക്ടാങ്കുലർ ആയിട്ട്. ഒരു പ്ലെയിനില് ഒന്ന് എക്സ് ഡയറക്ഷനിലെ കമ്പോണന്റ്, ഹൊറിസോണ്ടൽ കമ്പോണന്റ്, രണ്ട് വൈ ഡയറക്ഷനിലെ കമ്പോണന്റ്, വെർട്ടിക്കൽ കമ്പോണന്റ്. ഇവിടെ ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു ഫോഴ്സും അനുഭവപ്പെടുന്നില്ല. ഗ്രാവിറ്റി മുഴുവൻ വെർട്ടിക്കൽ ആയിട്ട് താഴേക്ക് ആയതുകൊണ്ട് ആക്സിലറേഷൻ ഹൊറിസോണ്ടൽ ആയിട്ട് ഒട്ടും ഉണ്ടാവില്ല. അപ്പൊ ആക്സിലറേഷൻ മുഴുവൻ എങ്ങനെയുണ്ടാവുക? വെർട്ടിക്കലി ആണ്, ഡൗൺവേർഡ്സ് ആണ്. അതുകൊണ്ട് എ എന്നുള്ളിടത്ത് നിങ്ങൾക്ക് എന്ത് എഴുതാം? എ വൈ എന്ന് എഴുതാം. നേരത്തെ ഞാൻ പറഞ്ഞു വെർട്ടിക്കൽ കമ്പോണന്റിനെ വൈ കമ്പോണന്റ് എന്നും ഹൊറിസോണ്ടൽ കമ്പോണന്റിനെ എക്സ് കമ്പോണന്റ് എന്നും ഏതൊരു വെക്ടറിലും സൂചിപ്പിക്കാം. അപ്പൊ ആക്സിലറേഷനെ എ വൈ എന്ന് എഴുതിയാൽ എന്താ അതിന്റെ അർത്ഥം? വൈ ഡയറക്ഷനിൽ മാത്രമേ ആക്സിലറേഷൻ ഉള്ളൂ. എന്തേ എക്സ് ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഇല്ലാത്തത്? എക്സ് ഡയറക്ഷനിൽ ഫോഴ്സ് ഇല്ല. ആരാണ് ആക്സിലറേഷൻ ഉണ്ടാക്കുന്നത്? ഫോഴ്സ് ആണ്. അപ്പോ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് നമ്മളിപ്പോ കൺസിഡർ ചെയ്യുന്നില്ല. കാറ്റെങ്ങാനും വീശുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നെഗ്ലക്ട് ചെയ്യും. നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഗ്രാവിറ്റി മാത്രമാണ് നമ്മൾ പറഞ്ഞു. അതാണ് പ്രൊജക്ടൈൽ മോഷൻ നമ്മളിപ്പോ ഡിഫൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഗ്രാവിറ്റി ആണ് ഫോഴ്സ്. അത് എപ്പോഴും വെർട്ടിക്കലി താഴേക്കാണ്. അതുകൊണ്ട് ആക്സിലറേഷനും എപ്പോഴും വെർട്ടിക്കലി താഴേക്കാണ്. അതിനെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് വിളിക്കാം. സോ വെർട്ടിക്കൽ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ എ വൈ ഇസ് ഈക്വൽ ടു ജി. ഓക്കെ, അത് എന്ത് ചെയ്യാ? പ്ലസ് ആണ്, മൈനസ് ചെയ്യാൻ. എന്താ മൈനസ് കൊടുക്കാൻ കാരണം? അതെപ്പോഴും താഴേക്കാണ്. അപ്പോൾ ആദ്യം പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞു, ആക്സിലറേഷന് വെർട്ടിക്കൽ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. അത് എ വൈ ഈക്വൽ ടു മൈനസ് ജി ആണ്. അപ്പോ എന്ത് എഴുതാം? എ എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? അപ്പോ 0. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആക്സിലറേഷൻ ഇല്ല, വെർട്ടിക്കൽ ആയിട്ടുള്ള ആക്സിലറേഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ വീണ്ടും നമ്മുടെ സ്ഥാനത്തിലേക്ക് വരിക. യു വെലോസിറ്റിയിലാണ് ഞാൻ ഇതിനെ എറിഞ്ഞത്. ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്. അത് ചെരിച്ചാണ് എറിഞ്ഞത്, ഒരു തീറ്റ ചെരിച്ചാണ് എറിഞ്ഞത്. അതുകൊണ്ട് ഇനീഷ്യൽ വെലോസിറ്റിയെ എനിക്ക് നേരത്തെ ഞാൻ പഠിപ്പിച്ച പോലെ രണ്ട് റെക്ടാങ്കുലർ കമ്പോണൻസ് ആക്കാം. ഒന്ന് ഹൊറിസോണ്ടൽ കമ്പോണന്റ് യു എക്സ്, അല്ലെ? ഈ ഡയറക്ഷനിലുള്ള കമ്പോണന്റിനെയാണ് യു എക്സ് എന്ന് വിളിക്കുക. ഈ ഡയറക്ഷൻ, എക്സ് ഡയറക്ഷൻ, യു എക്സ്. അതെത്രയാ? ഈ ഡയറക്ഷൻ ഈക്വൽ ടു എന്താവും വരിക? തീറ്റ എക്സ് ആക്സിസിനായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്, ഹൊറിസോണ്ടലിനായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. തീറ്റയുടെ അടുത്തുള്ള കമ്പോണന്റ് കൊസൈൻ കമ്പോണന്റ് ആണ്. അപ്പൊ യു എക്സ് ഇസ് ഇക്വൽ ടു യു എന്ന് പറയുന്ന സ്പീഡിന്റെ വെലോസിറ്റിയുടെ കോസ് കമ്പോണന്റ് ആയിരിക്കണം. സോ യു കോസ് തീറ്റയാണ് യു എക്സ്. ഇതേപോലെ അതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് വൈ ഡയറക്ഷനിലുള്ള കമ്പോണന്റിനെ നമുക്ക് യു വൈ എന്ന് വിളിക്കാം. ആരായിരിക്കും യു വൈ? ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണന്റ് ആയതുകൊണ്ട് അതിന്റെ സൈൻ കമ്പോണന്റ് ആണ്. ഇതൊക്കെ നമുക്ക് എത്ര വേഗം മനസ്സിലായി റെക്ടാങ്കുലർ കമ്പോണൻസ് പഠിച്ച കുട്ടിക്ക്. അപ്പൊ യു എക്സ് ഇസിക്കൽ ടു യു കോസ് തീറ്റ, യു വൈ ഇസിക്കൽ ടു യു സൈൻ തീറ്റ. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റിയെ രണ്ട് റെക്ടാങ്കുലർ കമ്പോണൻസ് ആയിട്ട് സോൾവ് ചെയ്തു. പക്ഷെ ആക്സിലറേഷൻ എപ്പോഴും ഒറ്റ കമ്പോണന്റേ ഉള്ളൂ, കാരണം ഗ്രാവിറ്റി ആണ്, അത് എപ്പോഴും താഴേക്കാണ്. ഓക്കെ, അപ്പോ ഇതാണ് നമ്മളുടെ പ്രൊജക്ടൈൽ മോഷന്റെ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റിയും ആക്സിലറേഷൻ.
ഇനി ഞാൻ അടുത്തൊരു കാര്യം പറയാം. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എപ്പോഴും സെയിം ആണ്. അത് സ്ഥലം മാറുമ്പോഴേ മാറുള്ളൂ. ഒരേ സ്ഥലത്ത് എപ്പോഴും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെയിം ആണ്. അതുകൊണ്ട് ദിസ് ആക്സലറേഷൻ ഈസ് യൂണിഫോം ആക്സലറേഷൻ ആണ്. അപ്പൊ വെർട്ടിക്കൽ ആയിട്ടുള്ള ആക്സലറേഷൻ യൂണിഫോം ആക്സലറേഷൻ ആണെന്ന് കൂടി നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് മാറുന്നതല്ല, നോൺ യൂണിഫോം ആക്സലറേഷൻ അല്ല. ഇനി വീണ്ടും പോയിന്റിലേക്ക് വരിക. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആക്സലറേഷൻ 0 അതുകൊണ്ട് എന്താ അർത്ഥം? ഹൊറിസോണ്ടൽ ആക്സലറേഷൻ 0 പറഞ്ഞാൽ ഹൊറിസോണ്ടലായി വെലോസിറ്റി മാറില്ല. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയുടെ മാറ്റത്തിനെ കാണിക്കുന്ന ആളാണ്. അപ്പൊ ഹൊറിസോണ്ടൽ ആക്സലറേഷൻ 0 എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി മാറില്ല. ഹൊറിസോണ്ടൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അതായത് ഞാൻ അടുത്ത പോയിന്റ് എഴുതുന്നു. ദാറ്റ് ഈസ് ux ഈക്വൽ ടു u cos θ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇതൊരിക്കലും മാറില്ല. തുടക്കം മുതൽ ഒടുക്കം വരെ ഈ കല്ല്, പന്ത് അല്ലെങ്കിൽ ജാവലിൻ എറിഞ്ഞ് തുടങ്ങി മണ്ണിൽ വന്ന് വീഴുന്നത് വരെയും അയാളുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി, അതായത് ux, അതായത് u cos θ മാറില്ല. മാറാതിരിക്കാൻ കാരണം ഹൊറിസോണ്ടലായി ആക്സലറേഷൻ ഇല്ല. ഹൊറിസോണ്ടൽ ആയിട്ട് ആക്സലറേഷൻ ഇല്ലാതിരിക്കാൻ കാരണം ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഫോഴ്സുകളൊന്നും ഇപ്പോഴില്ല. അപ്പൊ രണ്ടാമത്, അപ്പോ ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മോഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, 2 ഡയമെൻഷണൽ മോഷനെ 2 1 ഡയമെൻഷണൽ മോഷന് സമാനമായി പഠിക്കാം. ഒന്ന് ഹൊറിസോണ്ടൽ മോഷൻ, 2 വെർട്ടിക്കൽ മോഷൻ. അപ്പൊ ഹൊറിസോണ്ടൽ മോഷൻ എന്താണ്? ഹൊറിസോണ്ടൽ മോഷൻ എന്താണ് അപ്പൊ പറഞ്ഞത്? വെലോസിറ്റി മാറുന്നില്ല എന്ന് പറഞ്ഞു. ഹൊറിസോണ്ടൽ മോഷനില് u cos θ എന്ന് പറയുന്ന തുടക്കത്തിലെ വെലോസിറ്റി അവസാനം വരെയും അതേപോലെ നിൽക്കും, കാരണം ആക്സലറേഷൻ 0. അതുകൊണ്ട് ഹൊറിസോണ്ടൽ മോഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. വെലോസിറ്റി മാറാത്ത മോഷൻ ആണെങ്കിൽ നമ്മൾ പറയാം യൂണിഫോം മോഷൻ ആണ്. അപ്പോ പ്രൊജക്ടൈൽ മോഷനിലെ 2 ഡയമെൻഷണൽ മോഷനിലെ ഈ കേസിലെ ഹൊറിസോണ്ടൽ മോഷൻ, ആ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള 1 ഡയമെൻഷണൽ മോഷൻ അല്ലെങ്കിൽ എക്സ് ഡയറക്ഷനിലുള്ള മോഷൻ യൂണിഫോം മോഷൻ ആണ്. നിങ്ങൾ യൂണിഫോം മോഷന്റെ ഇക്വേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യാം. എന്താ യൂണിഫോം മോഷന്റെ ഇക്വേഷൻ? ആകെ ഒറ്റ ഇക്വേഷനേ ഉള്ളൂ. ഡിസ്പ്ലേസ്മെന്റ് സമം യൂണിഫോം വെലോസിറ്റി ഇൻടു ടൈം. കാരണം വെലോസിറ്റി മാറുന്നില്ല, അതുകൊണ്ട് എപ്പോഴും ഡിസ്പ്ലേസ്മെന്റ് കാണാൻ യൂണിഫോം വെലോസിറ്റി ഇൻടു ടൈം ഉപയോഗിച്ചാൽ മതി. അപ്പൊ യൂണിഫോം മോഷന്റെ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരും ഹൊറിസോണ്ടൽ മോഷനില്. അപ്പോ നമ്മളുടെ പ്രൊജക്ടൈൽ മോഷനിലെ എക്സ് ഡയറക്ഷനിലെ മോഷൻ, അതായത് ഹൊറിസോണ്ടൽ മോഷൻ ഈസ് യൂണിഫോം മോഷൻ വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി, ആൻഡ് ദാറ്റ് കോൺസ്റ്റന്റ് വെലോസിറ്റി ഈസ് u cos θ, where u is initial velocity and θ is angle of projection. ഞാൻ പറയുന്നതൊക്കെ കൃത്യമായ പോയിന്റ്സ് ആണ്, ഒന്നും ഒഴിവാക്കാനില്ല. നിങ്ങൾ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുക. വെറുതെ പാസീവ് ലിസണർ ആവാതെ പേപ്പറിലോ റഫ് പേപ്പറിലോ ഒക്കെ ഇങ്ങനെ ഒപ്പം ഇങ്ങനെ എഴുതി പോവുക. ഇനി രണ്ടാമത്തത് ആരാണ്? u sin θ ആണ്, വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി. നമ്മൾ പറഞ്ഞു ആക്സലറേഷൻ വെർട്ടിക്കൽ ആയിട്ടുണ്ട്, -g ആണ്. അത് യൂണിഫോം ആക്സലറേഷനാണ്. അതുകൊണ്ട് തന്നെ വെർട്ടിക്കൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കോ? ഇല്ല. ആക്സലറേഷൻ ഉണ്ട്, അതായത് വെലോസിറ്റി ചേഞ്ച് ചെയ്യും. ആക്സലറേഷൻ യൂണിഫോം ആയതുകൊണ്ട് യൂണിഫോം ആയിട്ടാണ് വെലോസിറ്റി ചേഞ്ച് ചെയ്യുക. തുല്യ സമയം കൊണ്ട് തുല്യ ചേഞ്ച്, ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. അതായിരിക്കും ആർക്ക് ഉണ്ടാവുക? വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ആയിട്ടുള്ള uy ക്ക് ഉണ്ടാവുക. അതായത് നമ്മളുടെ uy എന്ന് പറയുന്ന u sin θ എന്ന് പറയുന്ന ആള് കണ്ടിന്യൂസ് ആയി ചേഞ്ച് ചെയ്യും. കണ്ടിന്യൂസ്ലി ചേഞ്ച്. എന്തുകൊണ്ട് ചേഞ്ച് ചെയ്യും? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അവിടെ. ഇനി എങ്ങനെ ചേഞ്ച് ചെയ്യുക? കണ്ടിന്യൂസ്ലി ചേഞ്ച്, യൂണിഫോംലി, ഒരേപോലെ ചേഞ്ച് ചെയ്യും. അതായത് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ആണ് വെർട്ടിക്കൽ മോഷൻ. സോ വെർട്ടിക്കൽ മോഷൻ ഈസ്, ഇതൊക്കെ പോയിന്റുകൾ നിങ്ങളുടെ നോട്ടിലുണ്ട്, ശ്രദ്ധിച്ചു. ഞാൻ തന്ന നോട്ടിലുണ്ട്. വെർട്ടിക്കൽ മോഷൻ ഈസ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. അപ്പൊ നമ്മൾ വീണ്ടും പറഞ്ഞോടത്തേക്ക് എത്തി. 2 dimensional motion is equivalent to 2 1 dimensional motion, a horizontal motion and a vertical motion. In the case of projectile motion, horizontal motion is uniform motion and vertical motion is uniformly accelerated motion. ഈ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷന്റെ ഇനീഷ്യൽ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ആണ് u sin θ. ഹൊറിസോണ്ടൽ മോഷനിലെ എപ്പോഴും u cos θ എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ കമ്പോണന്റ് മാറാതെ നിൽക്കും. അപ്പൊ u sin θ തുടർച്ചയായി മാറും, u cos θ മാറാതെ നിൽക്കും. നമ്മളിപ്പോ പറഞ്ഞ പ്രൊജക്ടൈൽ മോഷൻ. അപ്പൊ ഒന്നുകൂടി ചുരുക്കണു. പ്രൊജക്ടൈൽ മോഷൻ ഈസ് ഈക്വലന്റ് ടു 2 1 dimensional motions. One horizontal motion which is uniform motion with velocity u cos θ, and one vertical motion which is uniformly accelerated motion with initial velocity u sin θ, where u is initial velocity and θ is angle of projection.
കൺസെപ്റ്റ് മനസ്സിലാക്കി പോവാ. ഞാൻ ബോർഡ് തൽക്കാലം ഇങ്ങനെ വായിച്ചു പോവാനേ. അപ്പൊ ആദ്യത്തെ ചോദ്യം നമ്മൾ പറഞ്ഞു പ്രൊജക്ടൈൽ മോഷൻ 2 ഡയമെൻഷണൽ മോഷൻ ആണ്. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു അതിന്റെ പാത്ത് അല്ലെങ്കിൽ ട്രജക്ടറി പരാബോളയാണ്. മൂന്നാമത്തെ പോയിന്റ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഇപ്പൊ ഈ പറഞ്ഞത്, അതിന്റെ ആക്സിലറേഷൻ വെർട്ടിക്കൽ കമ്പോണന്റ് -g ആണ്, ഹൊറിസോണ്ടൽ കമ്പോണന്റ് 0 ആണ്. നാലാമത്തെ പോയിന്റ് വാട്ട് ആർ ദ ഇനീഷ്യൽ വെർട്ടിക്കൽ കമ്പോണന്റ് ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി. വെർട്ടിക്കൽ കമ്പോണന്റ് ആണ് u sin തീറ്റ, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ് u cos തീറ്റ. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സ്ഥിരം ചോദ്യമാണ് ഇതൊക്കെ. ഹൊറിസോണ്ടൽ മോഷൻ യൂണിഫോം മോഷൻ ആണ്, വെർട്ടിക്കൽ മോഷൻ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കരുതുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോവാണ്. ഇതിങ്ങനെ പോയി എന്ന് പറയുന്ന ഒരു പോയിന്റ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. മണ്ണിൽ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ പോയി ഇത് അങ്ങനെ പോയി ഇവിടേക്ക് എത്തി, ഏറ്റവും ഉയരത്തിലെത്തി അല്ലെ. ഗ്രൗണ്ടിൽ നിന്ന് ഏറ്റവും ഉയരത്തിലെത്തുന്ന ഒരു പോയിന്റ് ഉണ്ടാവും, ദാറ്റ് ബി ഡി. അങ്ങനെ വീണ്ടും അത് തിരിഞ്ഞ് നമ്മൾ ഗ്രൗണ്ടിലേക്ക് തന്നെ എത്തി. ആ പോയിന്റ് ആണ് എ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ചോദിക്കുക, ഓരോ സമയത്തും അതിന്റെ വെലോസിറ്റിയുടെ കമ്പോണൻസ് കാണിക്കുക. ഇത് മാത്രമായിട്ട് വരച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കുക, നമുക്ക് ഞാൻ ഓരോ പോയിന്റുകൾ കാണിക്കാം. അപ്പൊ ഈ ഒരു പോയിന്റ് പരീക്ഷയ്ക്ക് ഇത് വെച്ച് ചോദ്യം, ഈ ഒരു പോയിന്റില് വാട്ട് ഈസ് ദ ഇനീഷ്യൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആൻഡ് വെർട്ടിക്കൽ കമ്പോണന്റ്. അപ്പൊ ഈ ഒരു പോയിന്റിലെ ടാൻജന്റ് വരയ്ക്കുക. ടാൻജന്റ് ആണ് എപ്പോഴും വെലോസിറ്റിയുടെ ഡയറക്ഷൻ. അപ്പൊ അതാണ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ. ഈ പോയിന്റിൽ ടാൻജന്റ് വരച്ചപ്പോഴാണ് ഈ വെലോസിറ്റി കിട്ടിയത്, അത് ഇനീഷ്യൽ വെലോസിറ്റി. നോക്കൂ, ഈ പോയിന്റില് പേര് നമുക്ക് കൊടുക്കാൻ വേണമെങ്കിൽ സി എന്നുള്ള പോയിന്റിലെ വെലോസിറ്റി ഇങ്ങനെയാണ്. ആ വെലോസിറ്റി എന്താവും? യു ഒന്നാവില്ല, യു ഒക്കെ മാറിയിട്ടുണ്ടാവും. അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് നോക്കുക, ശ്രദ്ധിക്കുക, വരയ്ക്കുന്നത് എങ്ങനെയാണ്. ഇതിന് ഹൊറിസോണ്ടൽ ആയിട്ട് വരയ്ക്കുക. ഈ പോയിന്റിൽ നിന്ന് ഇതിന് പാരലൽ ആയിരിക്കണം, എക്സ് ആക്സിസിന് പാരലൽ ആക്കി വരയ്ക്കുക. അയാൾക്ക് പേരെന്താണ്? വി എക്സ് ആണ് അല്ലെ. ഇത് വി എന്നുള്ള വെലോസിറ്റി, യു ഒക്കെ മാറി കുറെ സമയം കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോ ആ സമയത്തുള്ള വെലോസിറ്റിയാണ് വി. ആ വിന്റെ എക്സ് കമ്പോണന്റ് ആണ് വി എക്സ്. ഈ വി എക്സ് എത്ര തന്നെയായിരിക്കും? യു എക്സ് തന്നെ ആയിരിക്കും. കാരണം എന്താ? അത് മാറുന്നില്ല, ഹൊറിസോണ്ടൽ കമ്പോണന്റ് മാറുന്നില്ല, കാരണം ഹൊറിസോണ്ടൽ മോഷൻ യൂണിഫോം മോഷനാണ്. അപ്പൊ വി എക്സ് ഇസ് ഈക്വൽ ടു നിങ്ങൾക്ക് തന്നെ എഴുതാം, യു കോസ് തീറ്റ തന്നെ എഴുതാം. ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഇനി അതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ്, ഓക്കെ, ഇത് ഈ വി ഇടയിൽ വെച്ചുകൊണ്ട് യു എക്സും ഇവിടെ എന്താ എഴുതുക? വി വൈ. വി വൈ എത്രയെന്ന് അറിയില്ല, കണ്ടുപിടിക്കണം. ഇനീഷ്യൽ യു വൈ അറിയാം, ഈ വി വൈ യു വൈയും സെയിം അല്ല. കാരണം എന്താ? ഇവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ തുടർച്ചയായി കുറഞ്ഞു മുകളിലേക്ക് പോകുമ്പോൾ അപ്പൊ വി വൈ യു വൈനേക്കാൾ കുറവായിരിക്കും. അത് മനസ്സിലാക്കുക. എന്തായാലും മുകളിലേക്ക് തന്നെയാണ് ഡയറക്ഷൻ, കാരണം ഈ കല്ല് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഏറ്റവും ഉയരത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ ഇതാണ് ഏറ്റവും ഉയരം എത്തുന്ന ബി എന്നുള്ള പോയിന്റിന്റെ മുമ്പുള്ള സി എന്നുള്ള പോയിന്റിലെ അതിന്റെ വെലോസിറ്റിയുടെ രണ്ട് കമ്പോണൻസ്. ബി എന്നുള്ള വെലോസിറ്റിയാണ് അപ്പൊ ഉണ്ടായിരുന്നത്, അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ് വി എക്സ്. ഇങ്ങനെ ചിത്രത്തിൽ കാണിക്കാൻ പറ്റണം. ആ വി എക്സ് എപ്പോഴും യു എക്സിന് ഈക്വൽ ആയിരിക്കും, കാരണം അവിടെ ഹൊറിസോണ്ടൽ ആയിട്ട് ആക്സിലറേഷൻ ഇല്ല, മാറില്ല വെലോസിറ്റി. അതാണ് യു കോസ് തീറ്റ തന്നെ എഴുതിയത്. ഈ കോസ് തീറ്റ എന്നല്ല എഴുതിയത്, യു കോസ് തീറ്റ തന്നെ എഴുതി. ഈ കോസ് തീറ്റ യു കോസ് തീറ്റ സെയിം ആയിരുന്നു. പക്ഷെ ഇവിടെ വി വൈ ഇസ് ഈക്വൽ ടു വി സൈൻ തീറ്റയാണ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗിക്കണം. തൽക്കാലം അവിടെ കാണിച്ചു. അപ്പൊ ഇതാണ് ആ പോയിന്റിലെ അവസ്ഥ. ഇനി ബി എന്നുള്ള പോയിന്റിലെത്തി, അടുത്ത പോയിന്റ് ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലെത്തി. ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലെത്തിയപ്പോൾ അവിടെയും ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഉണ്ട്. ഹൊറിസോണ്ടൽ ആയിട്ട് തന്നെ വരയ്ക്കുക കണ്ടോ, ഈ എക്സ് ആക്സിസിന് തന്നെ പാരലൽ. ആൻഡ് ദാറ്റ് ഈസ് അഗൈൻ ആരാണത്? യു കോസ് തീറ്റ തന്നെയാണ്. അപ്പൊ ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി 0 അല്ല. ഒരുപാട് പേര് തെറ്റിക്കുന്ന ഒരു ചോദ്യം. പ്രൊജക്ടൈൽ മോഷനിലെ യു ഇനീഷ്യൽ വെലോസിറ്റിയിലെ തീറ്റ ആംഗിൾ ഓഫ് പ്രൊജക്ഷനിലെ ഒരു വസ്തുവിനെ എറിഞ്ഞാൽ ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി നമ്മൾ ഹയസ്റ്റ് പോയിന്റ് നിന്ന് വെക്കുമ്പോഴേക്കും 0 എഴുതാൻ നോക്കും. അതെപ്പോഴാ? വെർട്ടിക്കൽ ആയിട്ട് എറിഞ്ഞാലാണ്, നേരെ മുകളിലേക്ക് ലംബമായി എറിഞ്ഞാലാണ് ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി 0. അപ്പൊ തീറ്റ 90 ഡിഗ്രിയാണ്. തീറ്റ 90 ഡിഗ്രി വരുമ്പോൾ കോസ് 90 0ആണ്. ഈക്വേഷനിലെ യു കോസ് 90 വരും, 0 വരും. അല്ലാത്ത സമയത്തൊക്കെ ചെരിച്ചെറിയുന്ന സമയത്ത് തീറ്റ 90 ഡിഗ്രി അല്ലെങ്കിൽ ഹയസ്റ്റ് പോയിന്റില് ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ഉണ്ട്, അതാണ് യു കോസ് തീറ്റ. അവിടെ ചിത്രത്തിൽ കാണിച്ചു. അതേ സമയത്ത് വെർട്ടിക്കൽ കമ്പോണന്റ് ഒന്നുമില്ല, കാരണം എന്താ? പൊന്തുന്നില്ല. വെർട്ടിക്കൽ കമ്പോണന്റ് ആണ് ഉയർച്ചയും താഴ്ചയും ഉണ്ടായത്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ് വലത്തോട്ടേക്ക് പോയത്, അല്ലെങ്കിൽ എവിടേക്കാണോ അത് നീക്കിയത് അങ്ങോട്ട് പോയത്. ഓക്കെ, അപ്പൊ ഹയസ്റ്റ് പോയിന്റിലെ കമ്പോണൻസ് വരയ്ക്കാൻ പറഞ്ഞാൽ വെർട്ടിക്കൽ കമ്പോണന്റ് വരയ്ക്കേണ്ടതില്ല, ഹൊറിസോണ്ടൽ കമ്പോണന്റ് അപ്പോഴും യു കോസ് തീറ്റ. ഇനി അങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു പോയിന്റിലേക്ക് ഡി എന്നുള്ള ഒരു പോയിന്റ് കാണിച്ചു. വീണ്ടും ഈ വെലോസിറ്റിനെ നമുക്ക് കാണിക്കാൻ ടാൻജന്റ് വരച്ചു. ദിസ് ഈസ് വി ഡാഷ് എന്ന് വിളിക്കാൻ വേണ്ടി. നേരത്തെ ഞാൻ വി എന്ന് വിളിച്ചല്ലോ, ആ വി അല്ല ഈ വി, അത് വി ഡാഷ് ആയിരിക്കാം. ടോട്ടൽ വെലോസിറ്റി ഒക്കെ മാറി. പക്ഷെ അപ്പോഴും അയാളുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് മാറില്ല, അപ്പോഴും അങ്ങോട്ട് തന്നെ. ദാറ്റ് ഈസ് യു കോസ് തീറ്റ. ബി ഡാഷ് കോസ് തീറ്റ ആണ്,
പക്ഷെ വി ഡാഷ് കോസ് തീറ്റ യു കോസ് തീറ്റ ആയിരിക്കും, യു കോസ് തീറ്റ എപ്പോഴും സെയിം ആണ്. ഇനി വി ഡാഷ് സൈൻ തീറ്റ വേണം, വെർട്ടിക്കൽ കമ്പോണന്റ്. അത് എവിടേക്കാ ഉണ്ടാവുക? നേരെ മുകളിലേക്ക് പോകുമ്പോൾ മുകളിലേക്കായിരുന്നു വെർട്ടിക്കൽ കമ്പോണന്റിന്റെ ഡയറക്ഷൻ. ഇപ്പൊ താഴേക്ക് ഇറങ്ങുന്ന സമയം ഡിസെൻഡിങ് ആണ്. അതുകൊണ്ട് ഈ വി ഡാഷിനെ അപ്രോപ്രിയേറ്റ് ആണ് മുറിക്കേണ്ടത്. യു കോസ് തീറ്റയ്ക്ക് പെർപെൻഡിക്കുലർ ആയി പോയപ്പോൾ താഴേക്ക് വരും. സോ ദിസ് ഈസ് വി ഡാഷ് സൈൻ തീറ്റ. അത് നേരത്തെ പറഞ്ഞ യു സൈൻ തീറ്റയോ വി സൈൻ തീറ്റയോ ഒന്നും ആവില്ല. ഈ വി വൈ വി ഡാഷ് വൈ എന്നാ വരിക. ഇവിടെ ഒരു വി സൈൻ തീറ്റ ആയിരുന്നു, ഇവിടെ അത് വി ഡാഷ് സൈൻ തീറ്റ. ആ വി ഡാഷ് സൈൻ തീറ്റയും വി സൈൻ തീറ്റയും യു സൈൻ തീറ്റയും ഒന്നും സെയിം അല്ല. പക്ഷെ എല്ലാ സ്ഥലത്തുള്ള യു കോസ് തീറ്റകൾ സെയിം ആണ്. അപ്പൊ പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം നിങ്ങളോട് വരയ്ക്കാൻ ചോദിച്ച ചോദ്യം ഇതാണ്. 3 പോയിന്റുകൾ കാണിച്ചു. ഒന്ന് അസെൻഡിങ്ങിന്റെ സമയത്തുള്ള പോയിന്റ്, ഒന്ന് ഹയസ്റ്റ് പോയിന്റ്, 2 ഡിസെൻഡിങ് സ്ഥലത്തുള്ള ഒരു പോയിന്റ്. ഈ 3 പോയിന്റിലും വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റുമായിട്ട് റിസോൾവ് ചെയ്യുക. മുകളിലേക്ക് പോകുമ്പോൾ വെർട്ടിക്കൽ കമ്പോണന്റ് മുകളിലേക്കാണ്, താഴേക്ക് വരുമ്പോൾ വെർട്ടിക്കൽ കമ്പോണന്റ് താഴേക്കാണ്. ഹയസ്റ്റ് പോയിന്റിൽ വെർട്ടിക്കൽ കമ്പോണന്റ് 0, അത് മനസ്സിലാക്കുക. എപ്പോഴും ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഏത് ചിത്രം വരച്ചാലും യു കോസ് തീറ്റ അത് എപ്പോഴും എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് വരയ്ക്കുക. അപ്പൊ ഈ ഒരു ചിത്രം മനസ്സിൽ വെക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് വെലോസിറ്റിയുടെ കമ്പോണൻസിനെ നന്നായിട്ട് മനസ്സിലാക്കേണ്ട ആവശ്യം. അപ്പൊ ഇതൊക്കെ പഠിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ റെക്ടാങ്കുലർ കമ്പോണൻസിൽ നിങ്ങൾ തറവായിട്ടുണ്ടാവണം. ഇത്രയും കാര്യം പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ തറവായിട്ടുണ്ടാവും. ഓക്കെ, ഇതൊക്കെ മനസ്സിലാക്കിയാൽ ഇനി നമ്മൾ ചില പോയിന്റ്സ് കണ്ടുപിടിക്കാൻ പോവാണ്. ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ പറഞ്ഞ ബി എന്നുള്ള പോയിന്റില്, അതായത് മാക്സിമം പോയിന്റിലേക്കുള്ള മാക്സിമം ഹൈറ്റിലേക്കുള്ള ആ ദൂരം ഗ്രൗണ്ടിൽ നിന്ന് കണ്ടുപിടിക്കണം. ലെറ്റ് ഇറ്റ് ബി ക്യാപിറ്റൽ എച്ച്. ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഗ്രൗണ്ടിൽ നിന്നുള്ള ഉയരം, വെർട്ടിക്കൽ ആയിട്ടുള്ള ഉയരം, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഉയരമല്ല. അങ്ങനെ ഈ ദൂരമല്ല പറഞ്ഞത്, ഈ ദൂരം. ഇത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്, ഇത് വെർട്ടിക്കൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ്. അപ്പോ ഓയിൽ നിന്ന് ബിയിലേക്ക് എത്തുമ്പോൾ അയാളുടെ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഇത്രയും ദൂരമാണ്. മനസ്സിലാവുണ്ടോ? ഇത്രയും ദൂരം അയാൾ ഹൊറിസോണ്ടൽ ആയിട്ട് നീങ്ങി. വെർട്ടിക്കൽ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ഈ പോയിന്റിൽ നിന്ന് ബി എന്നുള്ള പോയിന്റിലേക്ക് എത്തുമ്പോൾ ഇത്രയും ദൂരം വെർട്ടിക്കൽ ആയിട്ടും ഉണ്ടായി. അപ്പൊ ഒരു ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, ഒരു വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. നമ്മളോട് പറയുന്നത് ഇപ്പോൾ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് കാണാനാണ്. അതാണ് നമുക്ക് കാണുന്നത് മാക്സിമം ഹൈറ്റ്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ് മാക്സിമം ഹൈറ്റ്, ബ്രാക്കറ്റിൽ ക്യാപിറ്റൽ എച്ച്. ഇതെന്താണ്? വെർട്ടിക്കൽ ഹൈറ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്താ എടുക്കേണ്ടത്? വെർട്ടിക്കൽ മോഷൻ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. എവിടുന്ന് മുതൽ എവിടെ വരെ? ഒ മുതൽ ബി വരെ. അപ്പൊ നോക്കിപ്പോ ഒ ടു ബി എന്ന് തന്നെ എഴുതിയിട്ടുണ്ടാവും പുസ്തകത്തിൽ. ഒ മുതൽ ബി വരെ, ഹയസ്റ്റ് പോയിന്റ് വരെ നമ്മൾ എന്ത് മോഷൻ മാത്രം എടുത്താൽ മതി? കാരണം വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് എടുക്കുന്നത്. അതുകൊണ്ട് വെർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്യുക. ഹൊറിസോണ്ടൽ മോഷൻ ഒന്നും നമുക്ക് വേണ്ട, കാരണം ഈ ഹൈറ്റ് ആണ് കാണുന്നത്. ഇനി ശ്രദ്ധിച്ചോ, എന്തൊക്കെയാ നമുക്കറിയാം? ഇനീഷ്യൽ വെലോസിറ്റി അറിയാം. അപ്പൊ വെർട്ടിക്കൽ കമ്പോണൻസ് മാത്രം എടുക്കാം. വെർട്ടിക്കൽ കമ്പോണൻസ് മാത്രം എടുക്കാം. വെർട്ടിക്കൽ മോഷൻ എടുക്കാന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ കമ്പോണൻസ് മാത്രം എടുക്കാം. സോ യു ഈക്വൽ ടു, യുസിനകത്ത് ശരിക്കും യു ആണ് വെലോസിറ്റി, പക്ഷെ വെർട്ടിക്കൽ കമ്പോണന്റ് ആരാ? യു വൈ ആണ്. ആ യു വൈ എത്രയാ? യു വൈ ഈക്വൽ ടു എത്രയത്? യു വൈ ഇസ് ഈക്വൽ ടു യു സൈൻ തീറ്റ. ആരാണ് തീറ്റ? ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. മനസ്സിലായി വിചാരിക്കുന്നു. ഇനി ഹയസ്റ്റ് പോയിന്റിലെ വെർട്ടിക്കൽ കമ്പോണന്റ് വി ഇസ് ഈക്വൽ ടു വി വൈ എന്ന് എഴുതണം. ഹയസ്റ്റ് പോയിന്റിലെ വെർട്ടിക്കൽ കമ്പോണന്റ് വി വൈ ഇസ് ഈക്വൽ ടു എത്രയാ? ഹയസ്റ്റ് പോയിന്റിലെ വെർട്ടിക്കൽ കമ്പോണന്റ് ഉണ്ടാക്കി പൊതുന്നുണ്ടോ? ഇല്ല. ഫോർ 0. ടോട്ടൽ വെലോസിറ്റി 0 അല്ല. ഹൊറിസോണ്ടൽ കമ്പോണന്റ് യു കോസ് തീറ്റ അപ്പോഴും ഉണ്ട്. പക്ഷെ വെർട്ടിക്കൽ മോഷൻ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ, വെർട്ടിക്കൽ കമ്പോണൻസ് മാത്രം എടുക്കുമ്പോൾ ഹയസ്റ്റ് പോയിന്റിലെ വെർട്ടിക്കൽ കമ്പോണന്റ് 0 ആണ്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് 0 അല്ല. അതുകൊണ്ട് ടോട്ടൽ വെലോസിറ്റി 0 അല്ല, തെറ്റിദ്ധരിക്കരുത്. അപ്പൊ ഹയസ്റ്റ് പോയിന്റിലെ വെർട്ടിക്കൽ കമ്പോണന്റ് 0. അത് മാത്രം എടുക്കാൻ കാരണം നമ്മൾ വെർട്ടിക്കൽ മോഷൻ നോക്കിയാൽ മതി. നമുക്ക് ഈ ഡിസ്പ്ലേസ്മെന്റ് ആണ് കാണുന്നത്. ആൻഡ് എ ഇസ് ഈക്വൽ ടു വെർട്ടിക്കൽ മോഷനിലെ എ ഇവിടെ എഴുതിയിട്ടുണ്ട്, എ വൈ ആണ്. എ വൈ ഈക്വൽ ടു എന്താ കൊടുക്കുക? മൈനസ് ജി തന്നെ കൊടുക്കണം, പ്ലസ് ജി കൊടുത്താൽ പോരാ. അടുത്ത പോയിന്റ് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതെന്താ സാധനം? വെർട്ടിക്കൽ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് അല്ലെ? ഈ ഗ്രൗണ്ടിൽ നിന്ന് ഇത്രയും വരും. അപ്പൊ വെർട്ടിക്കൽ ആയിട്ടുള്ള വ്യത്യാസമാണ് ഓയും ബിയും തമ്മിൽ എച്ച്. സോ എസ് ഈക്വൽ ടു എച്ച്. മുകളിലേക്ക് ആയതുകൊണ്ട് പ്ലസ് എച്ച് തന്നെ എഴുതാം, മൈനസ് എച്ച് ഒന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, വെർട്ടിക്കൽ കമ്പോണൻസ് എടുത്തപ്പോൾ യു അറിയാം, യു സൈൻ തീറ്റ. ബി അറിയാം, വെർട്ടിക്കൽ കമ്പോണന്റ് ഹയസ്റ്റ് പോയിന്റ് 0 ആണ്. എ അറിയാം, മൈനസ് ജി ആണ്. എസ് ഇസ് ഈക്വൽ ടു എച്ച് ആണ്. എന്ത് മോഷൻ ആണെന്ന് ഞാൻ നേരത്തെ എഴുതി. വെർട്ടിക്കൽ മോഷൻ ഈസ് എന്ത് മോഷനാ? യൂണിഫോമലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്. അതുകൊണ്ട് യൂണിഫോമലി ആക്സിലറേറ്റഡ് മോഷന്റെ ഇക്വേഷൻസ് ഉപയോഗിക്കണം. എന്തൊക്കെ തമ്മിൽ ബന്ധം വരണം? യുവും വിയും എയും എസും. ഇതിൽ എവിടെയും ടൈമില്ല. ടൈമില്ലാത്ത ഇക്വേഷൻ. നമ്മൾ ആരൊക്കെയാണ് യൂണിഫോമലി ആക്സിലറേറ്റഡ് ആയ വൺ ഡയമെൻഷണൽ മോഷൻ? ഇതൊരു വൺ ഡയമെൻഷൻ മോഷനാ, സ്ട്രൈറ്റ് ലൈനിലാണ് പോയത്. വൈ ആക്സിസിലുള്ള ചലനാണ് നമ്മളിപ്പോ കൺസിഡർ ചെയ്തത്. വെർട്ടിക്കൽ മോഷനാണ് കൺസിഡർ ചെയ്തത്. ആരൊക്കെയായിരുന്നു യൂണിഫോമലി ആക്സിലറേറ്റഡ് ആയിട്ടുള്ള വൺ ഡയമെൻഷണൽ മോഷന്റെ ഇക്വേഷൻസ്? v equal to u plus at, s equal to ut plus half at square, v square is equal to u square plus 2as. ഇതിലെ ടൈം ഇല്ലാത്ത റിലേഷൻ, മൂന്നാമത്തെ റിലേഷൻ, ദാറ്റ് ഈസ് v square equal to u square plus 2as എന്ന് ഉപയോഗിക്കണം.
വി സ്ക്വയറിന്റെ സ്ഥാനത്ത് വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി 0 ഫൈനൽ ഈക്വൽ ടു ഇനീഷ്യൽ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി യു സൈൻ തീറ്റ ആണ്. യു സൈൻ തീറ്റനെ സ്ക്വയർ ചെയ്യണം. അപ്പൊ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ തന്നെ എഴുതണം. ഇനി എന്റെ സ്ഥാനത്ത് -g ആണ്, എസിന്റെ സ്ഥാനത്ത് h ആണ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -2gh എന്ന് വരും. ഇതിനെ ഒന്ന് അങ്ങോട്ട് കൂടെ തിരിച്ചെഴുതിയാൽ 2gh പുറത്തേക്ക് വന്നു, മൈനസ് ഇങ്ങനെ വന്നപ്പോ പ്ലസ് ആയി. ഈക്വൽ ടു വലത് ഭാഗത്ത് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ, ഇടത് ഭാഗത്ത് ഓൾറെഡി 0 ആയിരുന്നു. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആള് മാക്സിമം ഹൈറ്റ് റീഡ് h is equal to ഈ 2g താഴത്തേക്ക് പോട്ടെ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിലേഷനിലേക്ക് എത്തി. 2 മാർക്കിന്റെ ഒരു ഡെറിവേഷൻ ബൈ ഹാർട്ട് പഠിക്കേണ്ട ഫോർമുലയാണ്. മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ഫ്രം ദ ഗ്രൗണ്ട് ലെവൽ if the initial velocity is u and theta is angle of projection, then h is equal to u square sin square theta by 2g. ഇത്തിരി മെനക്കെട്ടിട്ടാണെങ്കിലും ബൈ ഹാർട്ട് പഠിച്ചോളാം. പരീക്ഷയ്ക്ക് 100% ഉറപ്പുള്ള ചോദ്യം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താ ചെയ്തത്? വെർട്ടിക്കൽ ആയിട്ടുള്ള ഹൈറ്റ് ആയതുകൊണ്ട് നമ്മൾ വെർട്ടിക്കൽ മോഷൻ മാത്രം നോക്കി. എവിടുന്ന് എവിടെ വരെ? O മുതൽ A വരെ ഒന്നും നോക്കണ്ട, O മുതൽ B വരെ നോക്കിയാൽ മതി. ഇനി A വരേക്ക് വരെ പോകുന്നുണ്ട്, പക്ഷെ നമുക്ക് ഇപ്പൊ വേണ്ടത് ഇതുവരെയുള്ള പോയിന്റ് ആണ്. O to B എഴുതിയത്. വെർട്ടിക്കൽ മോഷൻ മാത്രം നോക്കാൻ കാരണം വെർട്ടിക്കൽ ആയിട്ടുള്ള ഹൈറ്റ് ആണ് കാണുന്നത്. അതിന് വെർട്ടിക്കൽ കമ്പോണൻസ് മാത്രം എടുത്താൽ മതി. അപ്പൊ ഇനീഷ്യൽ വെർട്ടിക്കൽ കമ്പോണന്റ് യു സൈൻ തീറ്റ, ബി എന്നുള്ള പൊസിഷനിൽ എത്തുമ്പോൾ ഫൈനൽ വെർട്ടിക്കൽ കമ്പോണന്റ് 0, എ എപ്പോഴും -g, എസ് ഇസിക്കൽന്റെ സ്ഥാനത്ത് h ഡിസ്പ്ലേസ്മെന്റ് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് h ആണ്. സോ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ h സമം യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. അതിന്റെ സ്പെഷ്യൽ കേസ് എടുക്കാം. if തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി അല്ലെ, സൈൻ തീറ്റ സൈൻ 90 മാക്സിമം ആണ്, 1 ആണ്. സോ തീറ്റ 90 ഡിഗ്രി ആയാൽ ഹൈറ്റ് അതിന്റെ മാക്സിമം ആയിരിക്കും. h max is equal to sin square theta 1 ആയി പോകും. സോ sin theta equal to 1 ആവും, sin square theta is equal to 1 ആവും. സോ h max is equal to u square by 2g. ഓർമ്മയിൽ വെക്കുക. ഇതെന്താ സാധനം? തീറ്റ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കണ്ട, നേരെ മുകളിലേക്ക് എറിയാം. ശരിക്കാതെ നേരെ മുകളിലേക്ക് എറിയുമ്പോൾ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പൊ എത്തുന്ന ഉയരം യു സ്ക്വയർ ബൈ 2g. ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കൈനമാറ്റിക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഉപയോഗിച്ച ഫോർമുല. മാക്സിമം ഹൈറ്റ് യു വെലോസിറ്റിയിൽ ഒരു കല്ല് നേരെ മുകളിലേക്ക് എറിഞ്ഞാൽ എത്തുന്ന ഉയരം യു സ്ക്വയർ ബൈ 2g. അപ്പൊ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആണ് അർത്ഥം. അപ്പൊ ആ ഫോർമുലയിലേക്ക് നമുക്ക് ഇവിടുന്ന് എത്താൻ പറ്റും. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആയി. അപ്പൊ നമുക്ക് അടുത്ത ഡെറിവേഷനിലേക്ക് പോവാം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് 5 മാർക്കാണ് ചോദിക്കും. 5 മാർക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് ഉറപ്പായി ചോദിക്കുക. 100% ഗ്യാരണ്ടി. ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് 5 മാർക്ക്, അതിലും കൂടുതലേ ഉണ്ടാവുള്ളൂ, കുറയില്ല. യെസ്. അപ്പൊ നമുക്ക് മാക്സിമം ഹൈറ്റിന്റെ എക്സ്പ്രഷൻ കിട്ടി. ഇനി ഞാൻ കാണുന്ന മാക്സിമം ഹൈറ്റിലേക്ക്, അതായത് അസെൻഡ് ചെയ്യാണല്ലോ ചെയ്ത്, മുകളിലേക്ക് കയറി പോവുക ചെയ്ത്. അപ്പൊ നമുക്ക് അടുത്ത് കാണുന്നത് ടൈം ഓഫ് അസെൻഡ് ഒന്ന് കാണാം. ടൈം ഓഫ് അസെൻഡ്, മുകളിലേക്ക് പോകാൻ എടുത്ത സമയം നമുക്ക് സാധാരണ TA എന്ന് എഴുതാം. TA. വീണ്ടും നമ്മൾ ഉയരത്തിലേക്ക് പോയത് O മുതൽ B വരെയാണ്. ഓക്കെ. ഇനി വീണ്ടും ഇവിടെയും സൗകര്യം, നമുക്ക് ഹൊറിസോണ്ടൽ മോഷൻ ഒന്നും നോക്കണ്ട, വെർട്ടിക്കൽ മോഷൻ മാത്രം എടുത്താൽ മതി. അപ്പൊ വെർട്ടിക്കൽ കമ്പോണൻസ് മാത്രം എടുത്താൽ മതി. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതാം. U is equal to U sin theta, U cos theta മൈൻഡ് ചെയ്യണ്ട. V is equal to highest പോയിന്റ് വെർട്ടിക്കൽ കമ്പോണന്റ് 0. A is equal to -g, അത് നിങ്ങൾക്കറിയാം. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? T, ടൈം is equal to TA, മുകളിലേക്ക് എത്താൻ എടുക്കുന്ന സമയം, ടൈം ഓഫ് അസെൻഡ് കണ്ടുപിടിക്കണം. യുവും ബിയും എയും ടിയും തമ്മിലുള്ള ബന്ധം എന്ത് മോഷനില? വെർട്ടിക്കൽ മോഷൻ ഈസ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനിൽ യുവും ബിയും എയും ടിയും തമ്മിലുള്ള ബന്ധം വയലന്റ് വരട്ടെ, E സമം U പ്ലസ് AT എന്ന് വരും. ഓക്കെ. യുവിന്റെ സ്ഥാനത്ത് 0, യുവിന്റെ സ്ഥാനത്ത് ആരാണ്? യു എന്നല്ല എഴുതേണ്ടത്, വെർട്ടിക്കൽ കമ്പോണന്റ് ആണ് യു സൈൻ തീറ്റ. എന്റെ സ്ഥാനത്ത് -g എന്ന് എഴുതണം. അപ്പൊ -g ഇൻറ്റു ടിന്റെ സ്ഥാനത്ത് ടൈം ഓഫ് അസെൻഡ് TA. അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. സോ g ഇൻറ്റു TA is equal to U sin theta. Okay, le? Therefore, time of ascent is equal to U sin theta by G. Time of ascent is equal to U sin theta by G. അതായത് ഓയിൽ നിന്ന് പുറപ്പെട്ട് U വെലോസിറ്റിയിലാണ്, തീറ്റ ആംഗിൾ ഓഫ് പ്രൊജക്ഷനിലാണ്, ഹയസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള ബിയിലേക്ക് എത്താൻ ടൈം ഓഫ് അസെന്റ് മുകളിലേക്ക് കയറാൻ എടുക്കുന്ന സമയം U sin theta by G. U നിങ്ങൾക്കറിയാം, തീറ്റ അറിയാം, G അറിയാം. You can calculate. That is called time of ascent. പുസ്തകത്തെ കാണില്ല, ഞാൻ എക്സ്ട്രാ പഠിപ്പിച്ചെന്നാണ്, പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളാണ്. U sin theta by G. ഒരു പ്രശ്നമില്ല, ഈ സമയം U plus AT കൊണ്ടുപോകും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ
അങ്ങനെയാണെങ്കിൽ O മുതൽ A വരെ തിരിച്ച് മണ്ണിലേക്ക് വരാൻ, ആ ജാവലിൻ തിരിച്ച് മണ്ണിലേക്ക് വന്നിറങ്ങാൻ, ബൗണ്ടറിയിൽ നിന്ന് എറിഞ്ഞ ആളുടെ കയ്യിൽ നിന്ന് വിക്കറ്റിന്റെ ബാക്കിൽ നിൽക്കുന്ന കീപ്പറുടെ കയ്യിലേക്ക് പന്തെത്താൻ, ഫ്രീ കിക്ക് എടുത്ത ലയണൽ മെസ്സിയുടെ കയ്യിൽ നിന്ന് കാലിന്റെ മുകളിൽ നിന്ന് പന്ത് ഗോൾ വലയം കാക്കുന്ന ഗോൾ കീപ്പറുടെ കയ്യിലേക്ക് എത്താൻ ആകെ എടുക്കുന്ന സമയം, O മുതൽ A വരെ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം. O മുതൽ A വരെ സഞ്ചരിക്കാനുള്ള ഈ ദൂരത്തിനെ വിളിക്കുന്ന പേരാണ് റേഞ്ച്, ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയും. അപ്പൊ ആ ഹൊറിസോണ്ടൽ റേഞ്ച് കവർ ചെയ്യാൻ, O മുതൽ A വരെ ദൂരം സഞ്ചരിക്കാൻ, മൊത്തം പ്രൊജക്ടൈൽ പോകാൻ എടുത്ത സമയം എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണേ. നമുക്ക് അതിന്റെ പേരെന്താ വിളിക്കുക? അത് ടൈം ഓഫ് അസെന്റ് അല്ല, മൊത്തം സമയമാണ്, പറക്കാൻ എടുത്ത സമയമാണ്. ഓയിൽ നിന്ന് പറക്കാൻ തുടങ്ങി എയിൽ വന്ന് അവസാനിക്കുന്നത് വരെ പറക്കാൻ എടുത്ത സമയം എന്നുള്ള അർത്ഥത്തില് ഇറ്റ് ഈസ് നെയ്മഡ് ആസ് ടൈം ഓഫ് പറക്കുക എന്നുള്ള ഇംഗ്ലീഷിൽ എന്താണോ പറയാ, ഫ്ലൈറ്റ് ഉപയോഗിക്കുന്ന അക്ഷരം ക്യാപിറ്റൽ ടി ഉപയോഗിക്കാം. ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പൊ എവിടുന്ന് എവിടേക്കാണ്? O മുതൽ B വരെ അല്ല, B വരെ അസെന്റ് ആയിരുന്നു, മൊത്തം A വരെ, ക്യാപിറ്റൽ A വരെ. ഇതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. വീണ്ടും സൗകര്യത്തിന് മറ്റേതെടുത്താൽ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് വെർട്ടിക്കൽ മോഷൻ മാത്രം ഇങ്ങനെ തന്നെ പറയണം, വെർട്ടിക്കൽ കമ്പോണൻസ് മാത്രം. വീണ്ടും അറിയുന്ന കാര്യങ്ങൾ ഇതാണ്. O മുതൽ A വരെയാണ്, O മുതൽ A വരെ, B വരെ അല്ല, O മുതൽ A വരെ എന്താണെങ്കിലും ഇനീഷ്യൽ വെലോസിറ്റിക്ക് യാതൊരു മാറ്റവും ഇല്ല, വെർട്ടിക്കൽ കമ്പോണന്റ് യു സൈൻ തീറ്റ തന്നെ. ഓക്കെ, A ഈക്വൽ ടു മൈനസ് G തന്നെ, യാതൊരു സംശയവും. അപ്പൊ യു അറിയാം, A അറിയാം. ഇനി എന്താ നിങ്ങൾക്കറിയാം? എസിനെ കുറിച്ച് വല്ല ധാരണയുണ്ടോ? O മുതൽ A വരെ ദൂരമുണ്ട്, ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ്, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, ക്യാപിറ്റൽ ആർ. അതെന്താ സാധനം? ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്, ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. നമ്മളിപ്പോ ചോദിക്കുന്നത് വെർട്ടിക്കൽ മോഷൻ മാത്രമാണ്, വെർട്ടിക്കൽ കമ്പോണൻസ് ആണ്. ഓയും ബിയും തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആയിരുന്നു H. അതേപോലെ ഓയും എയും തമ്മിൽ വല്ല വെർട്ടിക്കൽ വ്യത്യാസം ഉണ്ടോ? ഓയും എയും ഒരേ ലെവലിലാണ് ഹൊറിസോണ്ടൽ ആയിട്ട്, അല്ലെ? അപ്പൊ വെർട്ടിക്കൽ ആയിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഓയുടെയും എയുടെയും വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് 0ആണ്. സോ S ഈക്വൽ ടു 0. ശ്രദ്ധിക്കുക, ആകെ ഡിസ്പ്ലേസ്മെന്റ് 0 ഒന്നല്ല, ആകെ ഡിസ്പ്ലേസ്മെന്റ് 6 ഉണ്ട്, അത് ഹൊറിസോണ്ടലാണ്. പക്ഷെ വെർട്ടിക്കൽ ആയിട്ട് O എന്നുള്ള പോയിന്റും A എന്നുള്ള പോയിന്റും നല്ല ഉയര വ്യത്യാസം ഉണ്ടോ? ഇല്ല, ഒരേപോലെ. ഗ്രൗണ്ടിൽ നിന്ന് പുറപ്പെട്ടു, ഗ്രൗണ്ടിലെത്തി. അതുകൊണ്ട് ഒരാളുടെ കയ്യിൽ നിന്ന് പുറപ്പെട്ടു, മറ്റൊരാളുടെ കയ്യിലെത്തി. സോ ഓയും എയും ഒരേ ലെവലായതുകൊണ്ട് വെർട്ടിക്കൽ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് 0, വെർട്ടിക്കൽ മോഷനിലെ ഡിസ്പ്ലേസ്മെന്റ് 0, ഹൊറിസോണ്ടൽ മോഷനിലെ ഡിസ്പ്ലേസ്മെന്റ് 6 ആണ്. അപ്പൊ നിങ്ങൾക്ക് യു അറിയാം, എ അറിയാം, എസ് അറിയാം. നേരത്തെ SH ആയിരുന്നു കേട്ടോ, ബി വരെ പോവുകയാണെങ്കിൽ. അപ്പൊ നമ്മൾ പറഞ്ഞത് A വരെ പോയപ്പോ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് 0. കണ്ടുപിടിക്കേണ്ടത് എന്താ? ടൈമാണ് കണ്ടുപിടിക്കുന്നത്. O മുതൽ A വരെ സഞ്ചരിക്കാനുള്ള സമയം നമുക്ക് ക്യാപിറ്റൽ T ആയിട്ട് എഴുതാം. നോക്കൂ, UAST, യുവും എസും എയും ടിയും തമ്മിലുള്ള ബന്ധം യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആയിട്ടുള്ള വെർട്ടിക്കൽ മോഷനിൽ ഏതാ ഫോർമുല എഴുതുക? യുവും എസും എയും ടിയും തമ്മിലുള്ള ബന്ധം S ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്ന് വായയിലും വരണം, കയ്യിലും വരണം, പേനയിലും വരണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എസിന് പകരം 0, യുക്ക് പകരം യു സൈൻ തീറ്റ. ഇതൊക്കെ അറിഞ്ഞാൽ എത്ര എളുപ്പമായി? ഇൻറ്റു ക്യാപിറ്റൽ ടി, അല്ലെ? സ്മോൾ ടിക്ക് പകരം. ഇനി എക്ക് മൈനസ് G ആയതുകൊണ്ട് മൈനസ് ഹാഫ് ഇൻറ്റു G ഇൻറ്റു ക്യാപിറ്റൽ T സ്ക്വയർ. ഇന്ന് സ്മോൾ ടി എഴുതരുത്, ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. ഇതൊന്നും അങ്ങോട്ട് തിരിച്ചു മറിച്ചിടുക. അപ്പൊ ആ മൈനസ് ഇങ്ങോട്ട് വന്നപ്പോ ഹാഫ് GT സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ഇൻറ്റു ടി നായി നിങ്ങോട്ട് വന്നു. ഒരു ടി വെട്ടിപ്പോവും, അല്ലെ? ഒരു ടി വെട്ടിപ്പോവും. നമുക്ക് വേണ്ടത് ഈ ക്യാപിറ്റൽ ടി തന്നെയാണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് T ഇസ് ഈക്വൽ ടു ഈ 2 അപ്പുറത്തേക്ക് പോട്ടെ, അപ്പൊ 2 യു സൈൻ തീറ്റ എന്നായി. ഈ G താഴത്തേക്ക് വരട്ടെ. സോ ടൈം ഓഫ് ഫ്ലൈറ്റ് ഇസ് ഈക്വൽ ടു 2u സൈൻ തീറ്റ ബൈ G. ഏതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്? Time to travel the horizontal range from O to A. The time taken is 2u sin theta by G, where u is initial velocity and theta is angle of projection. G is acceleration due to gravity. ഈ മൂന്നെണ്ണം അറിയാമെങ്കിൽ you can calculate the time of flight. നേരത്തെ ഞാൻ പറഞ്ഞു നിർത്തി, O മുതൽ B വരെ അസെൻഡിങ്ങിന് എടുക്കുന്ന സമയം എത്രയായിരുന്നു? TA is equal to യു സൈൻ തീറ്റ ബൈ ജി. തൊട്ടുമുമ്പ് എഴുതി ഞാൻ വായിച്ചു പറഞ്ഞു, യു സൈൻ തീറ്റ ബൈ ജി. ഇപ്പൊ മൊത്തം O മുതൽ A വരെ ടൈം ഓഫ് ഫ്ലൈറ്റ് നമുക്ക് കിട്ടി. T is equal to 2u സൈൻ തീറ്റ ബൈ ജി. ഇത് രണ്ടും തമ്മിലൊന്ന് ബന്ധം നോക്കിയോ? ടൈം ഓഫ് അസെന്റിന്റെ ഇരട്ടിയല്ലേ ടൈം ഓഫ് ഫ്ലൈറ്റ്? O മുതൽ B വരെ പോകാൻ എടുക്കുന്ന സമയത്തിന്റെ ഇരട്ടിയാണ് മൊത്തം O മുതൽ A വരെ എടുക്കാൻ സഞ്ചരിക്കുന്ന സമയം. അപ്പൊ അതുകൊണ്ട് B മുതൽ A വരെ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം, ഹയസ്റ്റ് പോയിന്റിൽ നിന്ന് വീണ്ടും ഗ്രൗണ്ടിലേക്ക് തിരിച്ചു വരാൻ എടുക്കുന്ന സമയം, താഴേക്ക് വരാൻ എടുക്കുന്ന സമയം TD എന്ന് വിളിക്കാം, ടൈം ഓഫ് ഡിസെന്റ്. അത് എത്രയായിരിക്കും? ആകെ സമയത്തിനെ ടൈം ഓഫ് അസെന്റ് കഴിക്കുക. ആകെ സമയം 2u സൈൻ തീറ്റ ബൈ G ആണ്.
മുകളിലേക്ക് കയറാൻ എടുത്ത ടൈം ഓഫ് അസെന്റ് യു സൈൻ തീറ്റ ബൈ ജി നേരത്തെ പ്രൂവ് ചെയ്തു. ഈ 2u സൈൻ തീറ്റ ബൈ ജിയിൽ നിന്ന് ടൈം ഓഫ് അസെന്റ് ആയിട്ടുള്ള യു സൈൻ തീറ്റ ബൈ ജി കുറച്ചാൽ ടൈം ഓഫ് ഡിസെന്റ് കിട്ടും. ബിയിൽ നിന്ന് എയിലേക്ക് വരാൻ എടുക്കുന്ന സമയം കിട്ടും. 2u സൈൻ തീറ്റ ബൈ ജിന്ന് 1u സൈൻ തീറ്റ ബൈ ജി കഴിച്ചാൽ ആൻസർ ഈസ് u സൈൻ തീറ്റ ബൈ ജി. But time of ascent is equal to time of descent if there is only gravity. വീണ്ടും പറയുന്നു, കാറ്റടിക്കുന്നത് കൺസിഡർ ചെയ്തിട്ടില്ല. വായുവിന്റെ പ്രതിരോധം നമ്മൾ നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ, വായുവിന്റെ പ്രതിരോധം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒക്കെ മാറൂട്ടോ. ടൈം ഓഫ് അസെന്റ് ഈസ് ലെസ് ദാൻ ടൈം ഓഫ് ഡിസെന്റ് വരിക. അതൊരു ക്വസ്റ്റ്യൻ ആണ്. വായുവിന്റെ റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്താൽ ടൈം ഓഫ് അസെന്റ് ഈസ് ലെസ് ദാൻ ടൈം ഓഫ് ഡിസെന്റ് ആണ്. ടൈം ഓഫ് ഡിസെന്റ് ഈസ് ഗ്രേറ്റർ ദാൻ ടൈം ഓഫ് അസെന്റ് ആവും. പക്ഷേ എയറിന്റെ റെസിസ്റ്റൻസ് ഒന്നും കൺസിഡർ ചെയ്യാതെ ഈ പറഞ്ഞ പ്രൊജക്ടൈൽ മോഷനിൽ ഗ്രാവിറ്റി മാത്രം കൺട്രോൾ ചെയ്യുന്ന കേസാണെങ്കിൽ ടൈം ഓഫ് അസെന്റും ടൈം ഓഫ് ഡിസെന്റും തുല്യമാണ് യു സൈൻ തീറ്റ ബൈ ജി. ഇതിൽ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ കൊടുത്തു നോക്കൂ. നേരെ മുകളിലേക്ക് എറിഞ്ഞാൽ തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പൊ ടൈം ഓഫ് അസെന്റ് ഈസ് സൈൻ 91 ആയി പോവും, യു ബൈ ജി. ടൈം ഓഫ് ഡിസെന്റ് ഈസ് യു ബൈ ജി. രണ്ടും കൂടി കൂട്ടിയാൽ ടോട്ടൽ മുകളിൽ പോയി തിരിച്ചു വരാൻ എടുക്കുന്ന സമയം 2u ബൈ ജി. ഒരു കല്ല് നേരെ മുകളിലേക്ക് എറിഞ്ഞ് താഴത്തേക്ക് എത്താൻ എത്ര സമയം എടുക്കുന്നു വെച്ചാൽ 2u ബൈ ജി. ഇനീഷ്യൽ വെലോസിറ്റി അറിയാമെങ്കിൽ, ജി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അറിയാമെങ്കിൽ യു ക്യാൻ കാൽക്കുലേറ്റ് ദ ടൈം ടേക്കൺ. ഏറ്റവും മുകളിലേക്ക് പോയി തെറ്റും. അപ്പൊ അതാ ഞാൻ പറഞ്ഞു, 20 മീറ്റർ പെർ സെക്കൻഡിൽ ഒരു കല്ല് മുകളിലേക്ക് എറിഞ്ഞാൽ താഴത്തേക്ക് എത്താൻ 2u ബൈ ജി. 2 × 20/10. ഉത്തരം എത്ര വരിക? 2 × 10 20 സെക്കൻഡ് കഴിഞ്ഞാൽ താഴത്തേക്ക് എത്തും. 30 മീറ്റർ പെർ സെക്കൻഡിൽ മുകളിലേക്ക് എറിഞ്ഞാൽ 2 × 30/10 എത്ര വരിക? 30/10 എത്ര? 3. അപ്പൊ 2 3 6 സെക്കൻഡ്. 40 മീറ്റർ പെർ സെക്കൻഡിൽ എറിഞ്ഞാൽ 2 4 8 സെക്കൻഡ് കഴിഞ്ഞ് തിരിച്ചെത്തും. എങ്ങനെയാണെങ്കിൽ ഇഫ് തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി നേരെ മുകളിലേക്ക് എറിഞ്ഞാൽ, ഇപ്പൊ തീറ്റ 90 ഡിഗ്രി ഒന്നല്ല, ചെരിച്ചെറിഞ്ഞതാണ്. ആ സമയത്ത് ടൈം ഓഫ് അസെന്റും ടൈം ഓഫ് ഡിസെന്റും യു സൈൻ തീറ്റ ബൈ ജി ആണ്. ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് 2u സൈൻ തീറ്റ ബൈ ജി ആണ്. അപ്പൊ ഇതിലൊക്കെ നിങ്ങൾക്ക് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റ 45 ഡിഗ്രി ആണെങ്കിൽ എത്രയായിരിക്കും വരിക എന്ന് വെച്ചാൽ തീറ്റയ്ക്ക് 45 കൊടുക്കുക. 60 ഡിഗ്രിയിൽ എറിഞ്ഞാൽ എത്രയായിരിക്കും വരികയെങ്കിൽ 60 ഡിഗ്രി കൊടുക്കുക. അപ്പൊ പ്രോബ്ലം ചോദിച്ചാൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. യു തന്നിട്ടുണ്ടാവും, തീറ്റ തന്നിട്ടുണ്ടാവും, ജി നിങ്ങൾക്ക് അറിയാം. യു ക്യാൻ കാൽക്കുലേറ്റ് ടൈം ഓഫ് ഫ്ലൈറ്റ്, ടൈം ഓഫ് അസെന്റ്, ടൈം ഓഫ് ഡിസെന്റ്. പരീക്ഷയ്ക്ക് പ്രാവശ്യം ചോദിച്ച ചോദ്യം, prove that time of ascent is equal to time of descent for projectile motion. കണ്ടുപിടിച്ച് പ്രൂവ് ചെയ്യണം. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം, ഡിറൈവ്ഡ് എക്സ്പ്രഷൻ ഫോർ ടൈം ഓഫ് ഫ്ലൈറ്റ്. എഴുതി പഠിക്കുന്ന പോകണം, ഫോർമുല ബൈ ഹാർട്ട് പഠിച്ചു പോകണം. അപ്പൊ നമ്മള് ടൈം ഓഫ് ഫ്ലൈറ്റും ടൈം ഓഫ് അസെന്റും ടൈം ഓഫ് ഡിസെന്റും ഒക്കെ പഠിച്ചു. ഇനി അവസാനത്തെ ഒരു സാധനം, ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ റേഞ്ച്. ഇപ്പോഴാണ് നമ്മൾ ഹൊറിസോണ്ടൽ മോഷനിൽ പോകുന്നത്. ഇതുവരെ പറഞ്ഞതൊക്കെ വെർട്ടിക്കൽ മോഷൻ മാത്രമേ വേണ്ടിയുള്ളൂ. ഇനി നമുക്ക് പറയുന്നത് ഓയിൽ നിന്ന് എയിലേക്ക് എത്താൻ എത്ര ദൂരം പോയി, ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വ്യത്യാസം എത്രയാണ്. ഞാൻ വിളിക്കുന്ന പേരാണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയും, അല്ലെ? ബ്രാക്കറ്റില് ക്യാപിറ്റൽ ആർ. ഹൊറിസോണ്ടൽ മോഷൻ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് O മുതൽ A വരെ, അല്ലെ? ഓയ്ക്കും എയ്ക്കും ഇടയ്ക്കുള്ള വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്, പക്ഷെ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് 6 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ വെർട്ടിക്കൽ മോഷൻ നോക്കിയിരുന്നാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഹൊറിസോണ്ടൽ മോഷൻ ആണ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ വീണ്ടും പഴയ പോയിന്റ് ഓർമ്മിച്ചോളണം. ഹൊറിസോണ്ടൽ മോഷനില് യു കോസ് തീറ്റ എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി സെയിം ആയി നിൽക്കും. കാരണം ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആക്സലറേഷൻ 0 ആണ്. ഹൊറിസോണ്ടൽ മോഷൻ യൂണിഫോം മോഷൻ ആണ്. എത്രയാ വെലോസിറ്റി? യു ആണ് ഇനീഷ്യൽ വെലോസിറ്റി, തീറ്റയാണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എങ്കിൽ യു കോസ് തീറ്റയാണ് ഹൊറിസോണ്ടൽ മോഷനിലെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി. എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന വെലോസിറ്റി. ഓക്കെ, അപ്പൊ നമുക്ക് ഫോർമുല എഴുതാം. യൂണിഫോം മോഷൻ ആയതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു യൂണിഫോം വെലോസിറ്റി, അല്ലെ? ഇതാണ് അതിന്റെ ഇക്വേഷൻ, ഇൻടു ടൈം. ആരാ ഡിസ്പ്ലേസ്മെന്റ്? ഇതാണ് ഡിസ്പ്ലേസ്മെന്റ്. O മുതൽ A വരെയാണ് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ R. കണ്ടുപിടിക്കുന്നതാണ്. വാട്ട് ഈസ് യൂണിഫോം വെലോസിറ്റി? ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി യൂണിഫോം വെലോസിറ്റി മാറാത്തതാണ്. എത്രയത്? യു കോസ് തീറ്റ. ഓക്കെ, വാട്ട് ഈസ് ടൈം? O മുതൽ A വരെ സഞ്ചരിക്കാൻ എടുത്ത സമയമാണ് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചത്, ക്യാപിറ്റൽ T, ടൈം ഓഫ് ഫ്ലൈറ്റ്. നേരത്തെ കിട്ടിക്കഴിഞ്ഞു. So R is equal to u cos theta into time of flight. That is u cos theta into time of flight at 2u sin theta by g. വയലന്റ് വരണം. അപ്പൊ ഇത് ഡിറൈവ് ചെയ്യുമ്പോഴും ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഫോർമുല വൈകാതെ പഠിച്ചിട്ടുണ്ടാവും നമ്മൾ. സോ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ R ഈക്വൽ ടു യും കൂടി വരുമ്പോൾ u² ആയി. ഒരു 2 അവിടെ ഉണ്ട്. ഞാൻ സൈൻ തീറ്റ അടുത്ത് എഴുതി, കോസ് തീറ്റ തൊട്ട പിന്നാലെ എഴുതി, ഓൾ ഡിവൈഡഡ് ബൈ ജി. 2 sin തീറ്റ കോസ് തീറ്റ, ഒരു u² ഉണ്ട്, ഓൾ ഡിവൈഡഡ് ബൈ ജി. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യം sin 2 തീറ്റ അറിയേണ്ടതാണ് നിങ്ങൾ. sin 2 തീറ്റ ടു sin 2 sin തീറ്റ കോസ് തീറ്റ. മാത്സിൽ പഠിക്കുന്ന ഒരു എക്സ്പാൻഷൻ ആണ്. sin 2 തീറ്റ 2 sin തീറ്റ കോസ് തീറ്റ. അപ്പൊ ഇവിടെ നമുക്ക് ഒരു 2 sin തീറ്റ കോസ് തീറ്റ വന്നിട്ടുണ്ട്.
അതിനെ നമുക്ക് എന്ത് എഴുതാം? sin 2 theta എന്ന് എഴുതിയാൽ യു ഗെറ്റ് ദ എക്സ്പ്രഷൻ r equal to u square അവിടെ ഉണ്ട്. 2 sin theta cos theta ക്ക് പകരം sin 2 theta എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ g ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അവിടെ ഉണ്ട്. നമ്മുടെ ഫൈനൽ ഫോർമുലയായി. Where u is initial velocity, theta is angle of projection. The horizontal range, horizontal displacement, that is distance from O to A, is u square sin 2 theta by g. Important. R is equal to u square sin 2 theta by g. ഡെറിവേഷൻ നോക്കുമ്പോൾ അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാനും ടൈം ഓഫ് അസെന്റ് കാണാനും അതുപോലെ തന്നെ മാക്സിമം ഹൈറ്റ് കാണാനൊക്കെ വെർട്ടിക്കൽ മോഷൻ, വെർട്ടിക്കൽ കമ്പോണൻസ് എടുത്തെങ്കിൽ ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിക്കാനും ഹൊറിസോണ്ടൽ മോഷൻ എടുക്കണം. അതിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂ ആണ് r is equal to u square sin 2 theta by g. ഡെറിവേഷൻ ചോദിക്കും. അപ്പൊ ഇതിൽ ഏത് വേണമെങ്കിലും ഡയറക്റ്റ് ഡെറിവേഷൻ ചോദിക്കും. പ്രോബ്ലങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാനുണ്ട്. അപ്പൊ ഇതൊക്കെ ഡെറിവേഷൻസ് ഫോർമുല വരണം. ഒരു പോയിന്റ് കൂടി ഞാൻ അതിനായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ്. അപ്പൊ നമുക്ക് കിട്ടിയ ഫോർമുല r is equal to u square sin 2 theta by g ആണെങ്കിൽ ഞാൻ പറയാണ് ഇതിന്റെ കേസുകൾ. ഇഫ് എപ്പോഴാണ് ഇത് മാക്സിമം ആവുക? ഇഫ് theta is equal to sin 2 theta മാക്സിമം ആവാം. 2 theta 90 ഡിഗ്രി ആകുമ്പോഴാണ് sin 90 വന്ന് അത് മാക്സിമം ആവുക. അപ്പൊ 2 theta 90 ഡിഗ്രി വരണം. 2 theta 90 ഡിഗ്രി വരണമെങ്കിൽ theta is equal to 45 ഡിഗ്രി. ഏറ്റവും അധികം റിപ്പീറ്റ് ചെയ്ത ചോദ്യം. Therefore r max ആ സമയത്ത് റേഞ്ച് മാക്സിമം ആയിരിക്കും. That's equal to u square by g. കാരണം theta 45 കൊടുത്താൽ sin 2 theta sin 90 ആവും, sin 90 1 ആവും, മാക്സിമം ആവും. അപ്പൊ റേഞ്ച് u square by g ആവും. ഇതെപ്പോഴും ഓർമ്മ വെച്ചോളാം. എപ്പോഴാണ് ഒരു ജാവലിൻ എറിയുമ്പോൾ ഏറ്റവും കൂടുതൽ ദൂരത്തെത്തുക? അയാളല്ലേ ഫസ്റ്റ് ആവുക. അങ്ങനെ എത്തണമെങ്കിൽ അയാള് എത്ര ചെരിച്ചു പിടിക്കണം? ജാവലിൻ 45 ഡിഗ്രി ചെരിച്ചു പിടിക്കണം. അങ്ങനെയാണെങ്കിൽ അത് എത്തുന്ന ദൂരം എത്രയായിരിക്കും? u square by g. ആരാണ് യു? അയാൾ എറിഞ്ഞ ഇനീഷ്യൽ വെലോസിറ്റി. g എന്താണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ മാക്സിമം റേഞ്ച് കിട്ടാനുള്ള കണ്ടീഷൻ ഫോർ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് എത്രയോ പ്രാവശ്യം ചോദിക്കും? ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഈസ് ഡാഷ് 0 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി എന്നൊക്കെ കണ്ട ആൻസർ ഈസ് 45 ഡിഗ്രി. 45 ഡിഗ്രിയിൽ അറിഞ്ഞാൽ റേഞ്ച് മാക്സിമം. എത്രയാണ് മാക്സിമം റേഞ്ച്? അപ്പൊ ഇങ്ങനെ ചോദിക്കാം, ബൗണ്ടറിയിൽ നിൽക്കുന്ന ഒരു ക്രിക്കറ്റർ കീപ്പറിലേക്ക് ഈ പന്ത് എറിഞ്ഞു കൊടുത്തു. മാക്സിമം റേഞ്ച് കിട്ടാവുന്ന രൂപത്തിലാണ് എറിഞ്ഞു കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ആ ദൂരം എത്ര? അയാൾ എറിഞ്ഞ വെലോസിറ്റി തന്നിട്ടുണ്ടാവും. ജി ആക്സലറേഷൻ ടു ഗ്രാവിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അയാളുടെ റേഞ്ച് കണ്ടുപിടിക്കാം. അങ്ങനെ പോകുന്ന സമയത്ത് എത്ര ഉയരത്തിലെത്തുന്നു ചോദിക്കും. അങ്ങനെ സമയത്തിൽ എത്തുന്ന ഉയരം കാണാൻ h സമയം u സ്ക്വയർ sin സ്ക്വയർ തീറ്റ ബൈ 2g കൊടുക്കണം. ആ തീറ്റയ്ക്ക് എത്ര കൊടുക്കണം? 45 ഡിഗ്രി കൊടുത്തോളണം. അപ്പൊ മാക്സിമം റേഞ്ച് കിട്ടുമ്പോൾ എത്ര ഹൈറ്റ് പോയി എന്ന് ചോദിച്ചാൽ മാക്സിമം ഹൈറ്റിന്റെ ഫോർമുലയിൽ തീറ്റയ്ക്ക് 45 ഡിഗ്രി കൊടുത്താൽ ഉത്തരം കിട്ടും. മാക്സിമം റേഞ്ച് ഈസ് u സ്ക്വയർ ബൈ g ആയിരിക്കും. അത് 45 ഡിഗ്രി ആവും. അപ്പൊ ഇത് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻ വരും. തീറ്റ 45 ഡിഗ്രി ഈസ് കണ്ടീഷൻ ഫോർ മാക്സിമം റേഞ്ച്. ഒരു കണ്ടീഷൻ കൂടി പറയാം. ഇഫ് തീറ്റ ഇസ് ഈക്വൽ ടു 90 മൈനസ് തീറ്റ, ഇത് ഓർമ്മയിൽ വെക്കുക. തീറ്റ ഡാഷ് വേറൊരു ആംഗിൾ എന്നുള്ള അർത്ഥത്തിൽ വിളിക്കുക. തീറ്റ ഡാഷ് ഇസ് ഈക്വൽ ടു 90 മൈനസ് തീറ്റ. ഓർമ്മിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ആർ ഡാഷ് ഇസ് ഈക്വൽ ടു ആർ. ഞാൻ അപ്പൊ പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് സമയം കളയുന്നില്ല. അപ്പൊ കിട്ടുന്ന റേഞ്ചും നേരത്തെ തീറ്റയിൽ എറിഞ്ഞ റേഞ്ചും സെയിം ആയിരിക്കും. അപ്പൊ തീറ്റ ഡാഷ് 90 മൈനസ് തീറ്റ ആണെങ്കിൽ അതേ റേഞ്ച് തന്നെയായിരിക്കും നേരത്തെ കിട്ടിയ തീറ്റ ആംഗിളിൽ എറിഞ്ഞുള്ള റേഞ്ച്. അതായത് ആർ ഡാഷ് ഇസ് ഈക്വൽ ടു എന്താ സാധനം വരിക? u സ്ക്വയർ സൈൻ 2 തീറ്റ എന്ന് കൊടുത്ത് 2 ഇൻറ്റു തീറ്റയുടെ സ്ഥാനത്ത് 90 മൈനസ് തീറ്റ എന്ന് എഴുതും ഡിവൈഡഡ് ബൈ ജി എന്ന് എഴുതും. ഈ സാധനം u സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി തന്നെയാണ്. അപ്പൊ റേഞ്ച് സെയിം ആയിരിക്കും. ഒരേ വെലോസിറ്റിയിൽ തന്നെ രണ്ട് പ്രാവശ്യം റേഞ്ച് സെയിം ആക്കാം. രണ്ട് ആംഗിൾസ് ഓഫ് പ്രൊജക്ഷൻ ഏതൊക്കെയാണത്? തീറ്റ ആൻഡ് 90 മൈനസ് തീറ്റ. ഇമ്പോർട്ടന്റ്. തീറ്റയ്ക്കും 90 മൈനസ് തീറ്റയ്ക്കും ഒരേ റേഞ്ചാണ്. തീറ്റയ്ക്കും 90 മൈനസ് തീറ്റയ്ക്കും റേഞ്ച് സെയിം. അത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാൽ മതി. തീറ്റ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആകുമ്പോൾ r is equal to u square sin 2 theta by g. 90 മൈനസ് തീറ്റ ആണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എങ്കിൽ r dash is equal to u square sin 2 into തീറ്റയുടെ സ്ഥാനത്ത് 90 മൈനസ് തീറ്റ ബൈ ജി. ഇത് രണ്ടെണ്ണം തുല്യമാണ്. Therefore തീറ്റയ്ക്കും 90 മൈനസ് തീറ്റയ്ക്കും ഒരേ റേഞ്ച് കിട്ടും if velocity is same. But for the same velocity of projection, the range is same. For the same velocity of projection, the range is same for two angles of projection. They are theta and 90 minus theta. Example വേഗം പറയാം. 10 ഡിഗ്രിയിൽ എറിഞ്ഞ അതേ റേഞ്ച് കിട്ടാൻ വേറെ ഏത് ആംഗിൾ ഉണ്ട്? 90 മൈനസ് 10, that is equal to 80 ഡിഗ്രി. 20 ഡിഗ്രിയിൽ എറിഞ്ഞ അതേ റേഞ്ച് കിട്ടാൻ വേറെ ഏത് ആംഗിൾ പോസിബിൾ ആണ്? 90 മൈനസ് 20, 70 ഡിഗ്രി. 25 ഡിഗ്രിയിൽ എറിഞ്ഞ അതേ റേഞ്ച് കിട്ടാൻ വേറെ ഏത് ആംഗിൾ പോസിബിൾ ആണ്? 90 മൈനസ് 25, that is 65 ഡിഗ്രി.
30 ഡിഗ്രിയിൽ എറിഞ്ഞ അതേ റേഞ്ച് കിട്ടാൻ വേറെ ഏത് ആംഗിൾ പോസിബിൾ ആണ്? 90 - 30 60 ഡിഗ്രി. 40 ഡിഗ്രിയിൽ എറിഞ്ഞ അതേ റേഞ്ച് കിട്ടാൻ വേറെ ഏത് ആംഗിൾ പോസിബിൾ ആണ്? 90 - 40 ദാറ്റ് ഈസ് 50 ഡിഗ്രി. അപ്പൊ 40-ലും 50-ലും ഒരേ റേഞ്ച് ആവും, 25-ലും 65-ലും ഒരേ റേഞ്ച് ആവും, 30-ലും 60-ലും ഒരേ റേഞ്ച് ആവും, 10-ലും 80-ലും ഒരേ റേഞ്ച് ആവും, 20-ലും 70-ലും ഒരേ റേഞ്ച് ആവും. ഇങ്ങനെ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ നിങ്ങളെ കാത്തിരിക്കുന്നു. തീറ്റ ആംഗിളിലും 90 - തീറ്റ ആംഗിളിലും റേഞ്ച് ഈസ് സെയിം ഇഫ് യു ഈസ് സെയിം. ഇനീഷ്യൽ വെലോസിറ്റി സെയിം ആവണേ. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പഠിക്കേണ്ടത്. അപ്പൊ പ്രൊജക്ടൈൽ മോഷൻ 2 ഡയമെൻഷണൽ മോഷൻ ആണെന്ന് മനസ്സിലായി, അതിന്റെ പാത്ത് പരാബോളയാണെന്ന് മനസ്സിലായി, അതിലെ ഹൊറിസോണ്ടൽ മോഷൻ യൂണിഫോം മോഷൻ ആണെന്ന് പറഞ്ഞു, വെർട്ടിക്കൽ മോഷൻ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ആണെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ ഇനിഷ്യൽ വർക്ക്, അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അടുത്തൊരു ചോദ്യം, ഹയസ്റ്റ് പോയിന്റിലെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എത്ര, വെർട്ടിക്കൽ കമ്പോണന്റ് എത്ര? ഹയസ്റ്റ് പോയിന്റിലെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് യു കോസ് തീറ്റ തന്നെ, വെർട്ടിക്കൽ കമ്പോണന്റ് എത്ര? 0 എഴുതണം. റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യം. പിന്നെ ഇതേപോലെ ഈ കമ്പോണൻസ് വരയ്ക്കാൻ പറയും. അതുപോലെ തന്നെ എച്ചിന്റെ എക്സ്പ്രഷൻ, ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ എക്സ്പ്രഷൻ, ടൈം ഓഫ് അസെന്റിന്റെ എക്സ്പ്രഷൻ, ടൈം ഓഫ് ഡിസെന്റിന്റെ എക്സ്പ്രഷൻ, ഇപ്പൊ പറഞ്ഞ ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ എക്സ്പ്രഷൻ, ഇതൊക്കെ ഡിറൈവ് ചെയ്യാനും ഫോർമുലകൾ ബൈ ഹാർട്ട് പഠിക്കാനും നന്നായി ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടില്ല, കുറച്ച് പോർഷൻസും കൂടി എനിക്ക് അതിൽ എടുക്കാണ്ട്. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഏത് പൊസിഷനും ഈ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ അയാൾക്ക് എത്ര ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെന്നൊരു പ്രോബ്ലം ചോദിക്കും. ഇതിലെടുക്കുന്ന സമയം തരും. മൊത്തം ടൈം ഓഫ് ഫ്ലൈറ്റ്, ടൈം ഓഫ് അസെന്റ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ അതൊന്നുമല്ല, ഈ ഒരു പോയിന്റിൽ എത്താൻ ഇത്ര സമയം എടുത്തു, ആ സമയത്തിൽ എത്തുമ്പോൾ അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് എത്ര. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലങ്ങൾ വരുമ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടി അതിനെ പ്രോബ്ലമാറ്റിക് ആയിട്ട് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഇത് പരാബോളയാണെന്ന് തെളിയിക്കാൻ പറയും. എന്തുകൊണ്ടാണ് പ്രൊജക്ടൈൽ മോഷന്റെ ട്രജക്ടറി പരാബോള ആയതെന്ന് നമുക്ക് മാത്തമാറ്റിക്കലായിട്ട് പ്രൂവ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ 2-3 കാര്യങ്ങളും കുറച്ചും കൂടി പ്രോബ്ലംസും ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ കാണാം. ഇന്ന് പഠിപ്പിച്ച ഭാഗങ്ങളൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടും. അതുകൊണ്ട് നാളെ നമുക്ക് ഇതിന്റെ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസുമായിട്ട് കൂടുതൽ വരാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ താങ്ക് യു, ബൈ ബൈ. നാളെയും 12 മണിക്ക് തന്നെ ആയിരിക്കും ക്ലാസ്. നാളെയും 12 മണിക്ക്, മറ്റന്നാളും 12 മണിക്ക്. ഓക്കെ, താങ്ക് യു. Thank you, sir. Thank you, sir. Thank you, sir.